നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ രാവിലെയിലേക്ക് ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ ആരംഭിക്കുകയാണ്. അതുപോലെ ഒരുപാട് വാർത്തകളുള്ളൊരു ദിവസമാണ്. ഞായറാഴ്ചയാണെങ്കിലും നമ്മൾ എല്ലാ ഞായറാഴ്ചയും പറയുന്നത് പോലെ തന്നെ വാർത്തകൾക്ക് മാത്രം അവധിയില്ലാത്തൊരു ദിവസമാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടന്നാൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം മഴയാണ്. അത് എടുത്തു പറയേണ്ടതില്ല. സംസ്ഥാനത്തൊട്ടുക്ക് പരക്കെ വ്യാപകമായ ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ ഇത്തരത്തിൽ അതിരൂക്ഷമായിരുന്നു. മഴ മാത്രമല്ല, മഴക്കെടുതി അതിരൂക്ഷമാണ് എന്നതാണ് ഏറെ പ്രയാസപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ ദിവസം മാത്രം 5 മരണമാണ് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഉണ്ടായത് എന്നതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. അങ്ങനെ മഴക്കെടുതിയും രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു മഴയുടെ ഈ ഒരു പ്രതികൂലമായ കാലാവസ്ഥ ഇനി വരുന്ന 4 ദിവസം കൂടി തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ യെല്ലോ അലേർട്ട് എന്ന് നമ്മൾ ഈ അതിരാവിലെ പറയുമ്പോൾ പോലും ഈ മഴയുടെ ഒരു തീവ്രത മാറി മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ ഈ വരും മണിക്കൂറുകളിലൊക്കെ ഈ അലേർട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്നലെ റെഡ് അലേർട്ട് ഒരു ജില്ലകളിലും രാവിലെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരത്തോടു കൂടി 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ നമുക്കിനി വരും മണിക്കൂറുകളിലേ അറിയത്തുള്ളൂ ഇനി മഴയുടെ ഒരു സാഹചര്യം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും നിലവിൽ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് അവിടെ മതപഠന ക്ലാസുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഒക്കെ അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയോര മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് എന്നതുകൂടി അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ളൊരു സാധ്യത ഉള്ളതിനാൽ തന്നെ മത്സ്യബന്ധനത്തിനും കേരള തീരത്ത് ഈ വരുന്ന 28-ാം തീയതി വരെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കാലാവസ്ഥയുടെ ഒരു സാഹചര്യം. വളരെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ജാഗ്രത പാലിക്കുക പ്രേക്ഷകർ. അപ്പോൾ നമ്മളിനി വാർത്തയിലേക്ക് വന്നാൽ പറഞ്ഞല്ലോ ഒരുപാട് വാർത്തകളുണ്ട്. ന്യൂസ് 18 പ്രത്യേകിച്ച് സ്പെഷ്യൽ ചില റിപ്പോർട്ടുകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമുണ്ട്. ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്നത്തെ ദിവസം എത്താൻ പോകുന്നത്, നമുക്കറിയാം ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകരാറിനെ കുറിച്ച് നമ്മൾ നിരന്തരം വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് അത്തരത്തിലുള്ള പിഴവുകളുടെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു പിഴവിന്റെ ഉദാഹരണം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്നത്തെ വാർത്താ ദിനം എത്തിക്കാനുണ്ട്. നോക്കാം അതെന്താണെന്ന് വിശദമായി. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകരാറിന് ഒരു ഉദാഹരണം കൂടി. ആലപ്പുഴയിൽ ഡോക്ടർമാരുടെ പിഴവ് മൂലം പൂർണ്ണ അംഗവൈകല്യമുണ്ടായ കുഞ്ഞിനെ കൈയൊഴിഞ്ഞ് സർക്കാർ. മന്ത്രിമാരുടെ ഉറപ്പ് വാക്കിലും ഫയലിലും ഒതുങ്ങി. ആഴ്ചതോറും കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന്. മന്ത്രിമാരുടെ വാക്ക് വിശ്വസിച്ച കുഞ്ഞിന്റെ അച്ഛൻ ഇനി ആരോട് പരാതി പറയും? RSS നേതൃത്വത്തിലുള്ള ജ്ഞാനസഭയ്ക്ക് ഇന്ന് തുടക്കമാകും. മോഹൻ ഭാഗവത് മുഖ്യപ്രഭാഷണം നടത്തും. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പങ്കെടുക്കും. VC-മാർ പങ്കെടുക്കുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി CPM നേതൃത്വം. സർക്കാരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഗവർണർ മുട്ടുമടക്കേണ്ട കാര്യമില്ലെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. ഭരണഘടനാപരമായി ഒരു പടി മുകളിൽ ഗവർണർ. PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. വികസിത കേരളം നിലപാടിൽ BJP-യിൽ ഭിന്നതയില്ലെന്ന് C സദാനന്ദൻ MP ന്യൂസ് 18നോട്. വികസനവും രാഷ്ട്രീയവും രണ്ടല്ല. കർഷകർ അടക്കമുള്ള ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. മലയാളി യുവാക്കളുടെ വിദേശ കുടിയേറ്റം ഗൗരവമായി കാണണം. യുവാക്കൾ നാടുവിടാൻ കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസക്കുറവെന്നും C സദാനന്ദൻ ന്യൂസ് 18 Q18. പാലോട് രവിക്ക് പകരം തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആരാകും? ചർച്ചകൾ തുടങ്ങി. താൽക്കാലിക ചുമതല നൽകാൻ സാധ്യത. M വിൻസെന്റിനോ VS ശിവകുമാറിനോ സാധ്യത. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇടുക്കിയിലും വയനാട്ടിലും വ്യാപക നാശനഷ്ടങ്ങൾ. താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 4 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യത.
ഗാസയ്ക്ക് മേലുള്ള ഉപരോധം അയച്ച് ഇസ്രായേൽ. ജനസാന്ദ്രതയേറിയ മേഖലകളിൽ ഭക്ഷണ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യും. മാനുഷിക ഇടനാഴി തുറക്കുമെന്നും ഇസ്രായേലി സേന. നീക്കം ഗാസയിൽ പട്ടിണി മരണങ്ങൾ ഏറുന്നതിൽ രാജ്യാന്തര വിമർശനം ശക്തമായ പശ്ചാത്തലത്തിൽ. നമ്മൾ വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകരാറിന് ഒരു ഉദാഹരണം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ് ന്യൂസ് 18. ആലപ്പുഴയിൽ ഗർഭകാല രോഗനിർണയത്തിലെ പിഴവ് മൂലം പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച കുട്ടിയുടെ ചികിത്സയിൽ കുടുംബത്തെ കൈയൊഴിഞ്ഞ ആരോഗ്യവകുപ്പ്. സൗജന്യ ചികിത്സ ഉറപ്പു പറയുമ്പോഴും ആഴ്ചകൾ തോറും ആയിരക്കണക്കിന് രൂപയുടെ മരുന്നാണ് ഡ്രൈവിംഗ് തൊഴിലാളിയായ അനീഷിന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്. ആരോഗ്യമന്ത്രി കുട്ടിക്ക് സൗജന്യ ചികിത്സ നേരത്തെ വാക്കാൽ വാഗ്ദാനം ചെയ്തത് കൂടാതെ ജനുവരിയിൽ ജില്ലയിൽ നടന്ന അദാലത്തിൽ മന്ത്രി സജി ചെറിയാൻ രേഖാമൂലവും സൗജന്യ ചികിത്സയ്ക്ക് ഉത്തരവിട്ടിരുന്നു. ന്യൂസ് 18 ഫോളോ അപ്പ്. 2024 നവംബർ 8 ആലപ്പുഴ സക്രിയ ബസാർ സ്വദേശികളായ അനീഷ് സുറുമി ദമ്പതികൾക്ക് അപൂർവ വൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ചതിൽ അതേ മാസം 26 ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ഗർഭകാല സ്കാനിംഗിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെ വനിതാ ശിശു ആശുപത്രിയിലെ ഗർഭകാല രോഗനിർണയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും സൗജന്യ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വാക്കാലുള്ള പ്രഖ്യാപനത്തിനപ്പുറം രേഖാമൂലം കുടുംബത്തിന് യാതൊരു അറിയിപ്പും ലഭിച്ചില്ല. തുടർന്നുള്ള ചികിത്സക്കായി ഡ്രൈവിംഗ് തൊഴിലാളി കൂടിയായ അനീഷ് വഴിമുട്ടിയതോടെ വയ്യാത്ത കുഞ്ഞിനെയും എടുത്ത് അമ്മ സുറുമി കഴിഞ്ഞ ജനുവരി 4 സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്തിലെത്തി. ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതിന് വിരുദ്ധമായി മരുന്നുകൾ ലഭ്യമാകുന്നില്ലെന്ന് മനസ്സിലാക്കി സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ആലപ്പുഴ DMOയ്ക്ക് അദാലത്തിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി. എന്നിട്ടും അനീഷിനും കുടുംബത്തിനും ആരോഗ്യവകുപ്പും സർക്കാരും താങ്ങായോ? അനീഷ് തന്നെ വ്യക്തമാക്കട്ടെ. സർക്കാർ സംവിധാനത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് എൻ്റെ കുഞ്ഞിന് നാളിതുവരെ കൊടുത്തത്? ഈ കുഞ്ഞിന്റെ ഇത്രയും പ്രശ്നമായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? കുഞ്ഞിന് 8 മാസം കഴിഞ്ഞ് ഈ 8 മാസം കൊണ്ട് ഞങ്ങളുടെ കുടുംബ ജീവിതം, ഞങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. ഈ കാണുന്നത് കുഞ്ഞിനായി അനീഷ് 3 ദിവസം കൂടുമ്പോൾ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സ്വന്തം പണം ചെലവാക്കി വാങ്ങുന്ന മരുന്നുകളുടെ ബില്ലുകളാണ്. മൂക്കിലൂടെയാണ് കുട്ടിക്കുള്ള ഭക്ഷണം നൽകുന്നത്. ഡെക്സോലാക്, നെസ്റ്റോറൈസ് പൗഡറുകൾക്ക് ഒറ്റത്തവണ വേണ്ടത് 720 രൂപ. പൗഡറുകൾ 3 ദിവസം മാത്രമാണ് ഉപയോഗിക്കാനാവുക. ഇതുകൂടാതെ ഒരു മാസത്തെ മരുന്നിന് 710 രൂപ വേറെ കണ്ടെത്തണം. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മൂലം ജോലിക്ക് പോലും പോകാനാകാതെ ബുദ്ധിമുട്ടുന്ന അനീഷ് ആകെ തളർന്ന അവസ്ഥയിലാണ്. മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 24 അവേഴ്സിൽ 2 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് ഫീഡ് കൊടുക്കണം. 400 ഗ്രാം പൗഡറിൻ്റെ വില 500 രൂപയാണ്. സൂപ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ കാര്യം പറഞ്ഞു, സാറേ ഇന്ന കണക്ക് കുഞ്ഞിൻ്റെ മരുന്ന് പകുതിയോളം എനിക്ക് കിട്ടിയിട്ടില്ല. അത് സൂപ്രണ്ട് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല, കുഞ്ഞിന് മിൽമ പാല് മേടിച്ചു കൊടുക്കാനാണ് സൂപ്രണ്ട് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞത്. സുറുമിക്ക് ഗർഭകാല ചികിത്സ നൽകിയ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരായ പുഷ്പ, ഷേർലി എന്നിവർക്കും സ്വകാര്യ ലാബായ ശങ്കേഴ്സ്, മിഡാസ് എന്നിവിടങ്ങളിലെ റേഡിയോളജിസ്റ്റുകൾക്കും പിഴവ് സംഭവിച്ചതായി മാർച്ച് 25 അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി റീന ഷംസുദ്ദീൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നിട്ടും ആരോഗ്യവകുപ്പ് കുറ്റക്കാർക്കെതിരെ ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. ഇതും കുടുംബത്തെ അങ്ങേയറ്റം അസ്വസ്ഥതപ്പെടുത്തുകയാണ്. ആലപ്പുഴ DYSP മധു ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പോലീസും തുടർ നടപടികൾ സ്വീകരിക്കാതെ തങ്ങളെ കൈയൊഴിയുകയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഈ ചികിത്സാ പിഴവിന്റെ വാർത്തയും ആദ്യം ന്യൂസ് 18 തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പക്ഷേ അതിന് പിന്നാലെ നടപടി എടുക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നെങ്കിൽ പോലും പക്ഷേ പിന്നീട് ആ നടപടി ഒന്നും ഉണ്ടായില്ല. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതും ആ കുടുംബത്തെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറം ഈ കുട്ടിക്ക് ചികിത്സ വാഗ്ദാനം ചെയ്തിട്ട് ഇപ്പോൾ അതും മറന്നുപോയ സർക്കാർ.
അത് ആ നിർധനരായ കുടുംബം ഇനി ആ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാത്ത തീർത്തും ഗതികേടിലായ ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ആയിരിക്കും ഇന്നത്തെ വാർത്താ ദിനം ന്യൂസ് 18 കേരളം ഉണ്ടാവുക. ആ കുടുംബത്തിന് നീതി ലഭ്യമാകും വരെ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോകാൻ തന്നെയാണ് തീരുമാനം. വരും ബുള്ളറ്റിനുകളിലും നമുക്ക് വളരെ വിശദമായി ഈ വാർത്തയെടുക്കും. കൂടുതൽ ചർച്ചകളും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇനിയുമുണ്ട് സിസ്റ്റത്തിന്റെ തകരാറിനെ കുറിച്ചുള്ള വാർത്തകൾ നോക്കാം. പാലക്കാട് സർക്കാർ ഫാർമസിയിൽ ഡയാലിസിസ് ഫ്ലൂയിഡും ഉപകരണവും കിട്ടാതായതോടെ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികൾ. ഫാർമസിയിലും കാരുണ്യ ഫാർമസിയിലും മരുന്നില്ലാതായിട്ട് ആഴ്ചകൾ കഴിഞ്ഞെന്ന് രോഗികൾ പറയുന്നു. സ്വകാര്യ ഫാർമസിയിൽ നിന്ന് ഉയർന്ന തുകയ്ക്ക് ഫ്ലൂയിഡും ഉപകരണങ്ങളും വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ. നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന പല രോഗികളും ചികിത്സയ്ക്കായി ഉയർന്ന തുക കണ്ടെത്തേണ്ട ഗതികേടിലാണ്. ഡയാലിസിസ് രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികളുടെ ഈ ദുരവസ്ഥ. രോഗികൾക്ക് നൽകേണ്ട മരുന്നോ മറ്റ് അനുബന്ധ സാമഗ്രികളോ മാസങ്ങളായി പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമല്ല. മരുന്ന് ലഭ്യമല്ല, വന്നിട്ടില്ല എന്ന സ്ഥിരം മറുപടിയാണത്രേ ഇവർക്ക് കിട്ടുന്നത്. 2 ആഴ്ചക്കകം മരുന്ന് വരുമെന്ന് പറഞ്ഞിട്ട് 2 മാസമായെന്ന് രോഗികൾ പറയുന്നു. കുറേയായി മരുന്ന് കിട്ടാണ്ട്, ഒരു 1.5 മാസമായി മരുന്ന് കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഒരു ദിവസം 1500 രൂപ ചിലവേറുണ്ട്. ഞങ്ങൾ വാടക വീട്ടിലായിരിക്കും, 28 വർഷം വാടക. എപ്പോഴാണ് മകളുടെ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. മരുന്ന് ഒരാഴ്ച കിട്ടിയില്ല, ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യാം? ഒന്ന് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണം. 3000, 3500, ഞങ്ങൾ 500 കൂലിക്കാരൊക്കെ 3000 കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്നിപ്പോൾ ഒരാഴ്ചയില്ല, മരുന്ന് നിർത്താനും പറ്റില്ല എന്നാണ് പറയുന്നത്. പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നിന് താങ്ങാനാവാത്ത വിലയാണ്. മറ്റ് ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്നത് പോലെ സർക്കാർ സൗജന്യമായി നൽകുന്ന മരുന്നും സൗകര്യങ്ങളുമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികൾക്ക് നിഷേധിക്കപ്പെടുന്നത്. വൃക്കകൾ തകരാറായവരിൽ മെഷീൻ സഹായത്തോടെ രക്തശുദ്ധീകരണം നടത്തുന്ന ഹീമോ ഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായി രോഗിയുടെ ശരീരത്തിനകത്ത് തന്നെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. മിനി ക്യാപ്പ്, എംടി ബാഗ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ രോഗികൾക്ക് നൽകിയിരുന്നത്. ഇതാണ് ഇപ്പോൾ ആഴ്ചകളായി രോഗികൾക്ക് മുടങ്ങിയിരിക്കുന്നത്. MP-യും MLA-യും അടക്കമുള്ള ജനപ്രതിനിധികൾക്കും മെഡിക്കൽ സൂപ്രണ്ടിനുമടക്കം പരാതി നൽകിയെങ്കിലും നിരാശയാണ് ഫലം. വില താങ്ങാനാവാത്തതിനാൽ മരുന്നും അനുബന്ധ സാധനങ്ങളും തീർന്നിട്ടും രോഗികൾക്ക് വാങ്ങാനാവുന്നില്ല. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ കയ്യിൽ പണമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പല രോഗികളും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. ന്യൂസ് 18 പാലക്കാട്. ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഗവർണർ മുട്ടുമടക്കേണ്ട കാര്യമില്ലെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള. ഭരണഘടനാപരമായി ഒരു പടി മുകളിലാണ് ഗവർണറെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഉപരാഷ്ട്രപതി പദവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താനുമായി യാതൊരു ആശയവിനിമയവും ഉണ്ടായിട്ടില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. അതേപോലെ തന്നെ വികസിത കേരളം എന്ന നിലപാടിൽ BJP-യിൽ അഭിപ്രായ ഭിന്നതകളില്ലെന്ന് C. സദാനന്ദൻ മാസ്റ്റർ MP ന്യൂസ് 18നോട് പറഞ്ഞു. വികസനവും രാഷ്ട്രീയവും രണ്ടല്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം ചർച്ച ചെയ്താലേ ജനങ്ങളിലേക്ക് ഇറങ്ങാനാകൂ എന്ന വിമർശനത്തിന് ന്യൂസ് 18 Q18-ൽ മറുപടി നൽകുകയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. നമ്മൾ നേരത്തെ ശ്രീധരൻപിള്ളയുടെ പരാമർശത്തെക്കുറിച്ച്, വാക്കുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം ഈ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ ഗവർണർ മുട്ടുമടക്കേണ്ട സാഹചര്യമില്ല. ഭരണഘടനാപരമായി നോക്കുമ്പോൾ ഗവർണർ തന്നെയാണ് ഒരു പടി മുകളിൽ നിൽക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ജനാധിപത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് വലിയൊരു അഡ്മിനിസ്ട്രേഷൻ പദവിയാണ്, സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ വേഴ്സസ് സർക്കാർ അങ്ങനെ ഒരു സംഘടന ഉണ്ടാകുന്നത് ആശയപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ടാണ് ഉണ്ടാകുന്നത് എത്രത്തോളം ഉചിതമാണ്? ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും അത്തരം ഒരു സംഘർഷ അന്തരീക്ഷത്തെപ്പറ്റി മുൻകൂട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 3 ഘടകങ്ങൾ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ, ഇവ 3ഉം അതാതിൻ്റെ പന്താവിലൂടെ പോകും. ഒരിക്കലും അത് മറ്റൊന്നിലേക്ക് കടന്നുകയറ്റക്കാരനായി പോകില്ല എന്നുള്ളതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അന്തിമമായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അങ്ങനെ ലംഘിച്ചാൽ എന്ത് പരിഹാരം എന്ന് ചോദിച്ചാൽ പരിഹാരമില്ല. ആ സാഹചര്യത്തെ സധൈര്യം നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ അവിടെ മുട്ടുമടക്കി പോകാൻ വേണ്ട ഗതികേട് ഒരിക്കലും ഗവർണർ സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ അത്തരത്തിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് വശാംശം അറിയില്ല. ഉണ്ടെങ്കിൽ അത് കരണീയമായി സംഭവിച്ചതാണ്. ഗവർണർക്ക്
തീർച്ചയായിട്ടും ഒരു സംസ്ഥാന സർക്കാരിനേക്കാൾ ഒരെഡ്ജ് മുമ്പിലാണ് ഗവർണറുള്ളത്. PS ശ്രീധരൻ പിള്ളയുമായി നടന്ന അഭിമുഖത്തിന്റെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സി സദാനന്ദൻ മാസ്റ്ററുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 Q18 അദ്ദേഹം പുതിയ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്, പ്രതികരണം നടത്തിയിട്ടുള്ളത്. വികസിത കേരളം എന്ന നിലപാടിൽ BJP-യിൽ അഭിപ്രായ ഭിന്നതകളില്ലെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. വികസനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്, മുഴുവൻ വികസനത്തെക്കുറിച്ചാണ്. പക്ഷേ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും വികസനമാണ് പാർട്ടിയുടെ ഇനിയുള്ള പ്രധാന നയം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളിലേക്ക് എത്തില്ല, രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ്. അതേത് തരത്തിൽ കാണുന്നു? രാഷ്ട്രീയവും വികസനവും രണ്ടല്ലല്ലോ. വികസിത കേരളം എന്നതാണ് കേരളത്തിലെ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട്. അത് പാർട്ടിയുടെയാണ്. ആ പാർട്ടിയുടെ നിലപാടെന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കാര്യകർത്താക്കൾ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെ അവരിപ്പോൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത് വികസിത കേരളം എന്ന് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയവും വികസനവും രണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം എന്നതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരോപണ പ്രത്യാരോപണങ്ങളും അതിനുള്ള മറുപടികളും വിവാദങ്ങളും അല്ലല്ലോ. അപ്പം ഏറ്റവും ദൗർഭാഗ്യകരമായ അനുഭവം ഞങ്ങൾക്കുണ്ടായത് അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വികസനത്തെ സംബന്ധിച്ച് സംസാരിച്ചത് ഞങ്ങളുടെ NDA മാത്രമാണ്, BJP നേതാക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ NDA നേതാക്കൾ മാത്രമാണ്. ബാക്കി എല്ലാവരും മറ്റു പല കാര്യങ്ങളുമാണ് സംസാരിച്ചത്. അപ്പോൾ വികസനം സംസാരിക്കണം, വികസനത്തെക്കുറിച്ച് സംസാരിക്കണം. അതുതന്നെയാണ് രാഷ്ട്രീയവും. അപ്പോൾ വികസനവും രാഷ്ട്രീയവും രണ്ടും രണ്ടല്ല. രാഷ്ട്രീയം വികസനത്തിന് വേണ്ടിയാണ്, വികസനത്തിന് രാഷ്ട്രീയ ആശയങ്ങൾ പശ്ചാത്തലമൊരുക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അത് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ ഒരു നിലപാടാണ്. അതിൽ വ്യത്യസ്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒന്നുമില്ല. Q18 നിരവധി വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. കേരളത്തിലെ യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുന്നത് ഗൗരവമായി കാണണമെന്ന് സി സദാനന്ദൻ MP. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിജയകരമല്ലെന്ന തോന്നലാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം കേരളത്തിലെ ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സയും നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ട്. കർഷകരുടെ ജീവിതവും ദുഷ്കരമാണ്. ഇത്തരക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വികസന നയമാണ് BJP നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും സി സദാനന്ദൻ ന്യൂസ് 18 Q18 പറഞ്ഞു. വികസനമാണ് പ്രധാന ലക്ഷ്യം എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ MP എന്ന നിലയിൽ ഏത് വികസന നയമാണ് ജനങ്ങളിലേക്ക് എത്തിക്കണം, പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുക? നമുക്കറിയാമല്ലോ, മഹാത്മജിയുടെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, അന്ത്യോദയ എന്ന് വെച്ചാൽ ഭാരതം ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. അത് ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. അപ്പോൾ കേരളത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കേരളം ഒരു ചെറു നഗരമായി വികസിക്കുകയാണ്. കേരളം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ, നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഗ്രാമം എന്ന രീതിയിലേക്ക് കാണാൻ കഴിയുന്ന പ്രദേശങ്ങൾ ഇന്ന് ചുരുങ്ങി വരികയാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, കേരളം മൊത്തത്തിലൊരു നഗരപ്രദേശമായി മാറുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള വികസന സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്നാൽ അടിസ്ഥാനപരമായിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന മനുഷ്യവിഭവത്തെ നിർണ്ണയിക്കുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അതിന് തന്നെയാണ്. വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണ്? അനേകം ആളുകൾ, ഏതാണ്ട് 1.5 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കേണ്ടി വരികയാണ്. അവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല അപ്രാപ്യമെന്നോ അല്ലെങ്കിൽ വിജയപ്രദമല്ല എന്ന തോന്നലൊക്കെ അവർക്കുണ്ടാവുന്നത് കൊണ്ടാണല്ലോ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നത്. മനുഷ്യവിഭവം ചോർന്നു പോവുകയാണ്. വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ തന്നെ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള പരിശ്രമവും നടത്തുന്നു. അപ്പോൾ നല്ല സർഗവൈഭവമുള്ള വിദ്യാർത്ഥികൾ, ക്രിയാശേഷിയുള്ള, കർമ്മശേഷിയുള്ള ചെറുപ്പക്കാരൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. അതൊന്ന്. മറ്റൊന്ന്, ഗ്രാമതലങ്ങളിൽ ഇപ്പോൾ ഗ്രാമം നഗരമായി പരിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗ്രാമങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ ചികിത്സാ സൗകര്യങ്ങൾ വേണ്ടത്ര ഫലപ്രദമാകാത്ത സാഹചര്യമുണ്ട്. കർഷകന്മാർക്ക് വേണ്ട രീതിയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നു, ദൈനംദിന ജീവിതം പുഷ്കലമാക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ വരുന്ന പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്, വികസനത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. എന്താണ് പരിഹാരം എന്ന് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചിന്തകളും
പരിഹാര മാർഗങ്ങളുമൊക്കെയാണ് പൊതുപ്രവർത്തകന്മാരെ, സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരെ, പ്രത്യേകിച്ച് താങ്കൾ ഉൾപ്പെടുന്ന സമൂഹം, മാധ്യമ സമൂഹം ഉൾപ്പെടെ ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തയെ വഴിതിരിച്ചു വിടണം എന്നാണ് താല്പര്യം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണാം ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 18 കേരളത്തിൽ. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യാൻ ജ്ഞാനസഭയുടെ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. RSS മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ പങ്കെടുക്കും. യോഗത്തിൽ വിസിമാർ പങ്കെടുക്കുന്നതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. കേരള, കാലിക്കറ്റ്, കുഫോസ്, കേരള കേന്ദ്ര സർവകലാശാല വിസിമാർക്കാണ് ജ്ഞാനസഭയിലേക്ക് ക്ഷണമുള്ളത്. വിസിമാർ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്നും വ്യക്തിപരമായി പങ്കെടുക്കാമെന്നുമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു നേരത്തെ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മന്ത്രിയുടെ നിലപാടിനെതിരെ MV ഗോവിന്ദൻ എത്തുകയായിരുന്നു. ജ്ഞാനസഭയിൽ വിസിമാർ പങ്കെടുക്കുന്നതിനെതിരെ SFIയും രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇങ്ങനെ ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായാണ് സംശയമുള്ളത്. ആറളം ഫാമിലെ 30 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബാവലി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാലും കക്കുവ പുഴ കരകവിഞ്ഞതിനാലും കണ്ണൂർ ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ ക്വാറികളുടെ പ്രവർത്തനം നിരോധിച്ചു. കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടിയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മാനന്തവാടി തലപ്പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഒരാഴ്ചക്കിടെ 10ഓളം അപകടങ്ങളാണ് ദേശീയപാത 66 ഉണ്ടായിട്ടുള്ളത്. ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മഴ തുടർച്ചയായി പെയ്യുന്നതോടെ പണി പൂർത്തീകരിച്ച ദേശീയപാത 66 അപകടങ്ങൾ പതിവാകുകയാണ്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളം തങ്ങി നിൽക്കുന്ന റോഡിൽ വാഹനങ്ങൾ തെന്നി വീണുണ്ടാകുന്ന അപകടങ്ങളും ഏറെയാണ്. അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. വാഹനം ഓടിക്കുന്നവർ അമിത വേഗത്തിലാണ് നിരത്തിൽ ചീറിപ്പായുന്നത്. ദേശീയപാതയിൽ ഒരാഴ്ചക്കിടെ 15ഓളം അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ പല വാഹനങ്ങളിലും ഇൻഡിക്കേറ്റർ കാര്യക്ഷമമല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. തേയ്മാനം സംഭവിച്ച ടയർ പൊട്ടി ഉണ്ടാകുന്ന അപകടങ്ങളും പതിവാണെന്ന് ഹൈവേ പോലീസ് പറയുന്നു. ഗതാഗത നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യണമെന്നാണ് ഹൈവേ പോലീസിന്റെ നിർദ്ദേശം. അതീവ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് യാത്ര ചെയ്യേണ്ടതെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് 18 തിരൂർ. ഇന്നലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ വലച്ച തലവേദന സൃഷ്ടിച്ച ഒരു ദിവസമായിരുന്നു. പാലോട് രവിയുടെ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ആ വിവാദങ്ങൾ ഒന്ന് ചർച്ച ചെയ്തു തുടങ്ങും മുമ്പ് തന്നെ തിടുക്കത്തിൽ നടപടിയെടുക്കുകയും ചെയ്തു KPCC. രാജി അദ്ദേഹത്തോട് ചോദിച്ചു വാങ്ങുകയായിരുന്നു. പാലോട് രവി രാജിവെച്ചതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ ചുമതല ഇനി ആർക്ക് നൽകും എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. പുതിയ DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കാൻ ഇനിയും സമയമുണ്ടെന്നിരിക്കെ താൽക്കാലിക ചുമതല ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾക്ക് നൽകിയേക്കും. M വിൻസെന്റ്, VS ശിവകുമാർ തുടങ്ങിയ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇന്നലെ വൈകിട്ടാണ് പാലോട് രവി രാജിവെച്ചത്. 26കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തെ തുടർന്ന് രാഷ്ട്രീയ തർക്കവും ബീഹാറിൽ മുറുകുകയാണ്. പിന്നാലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായ ചിരാഗ് പസ്വാൻ രംഗത്തെത്തി. കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിൽ ദുഃഖിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ തുറന്നടിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച ഗയയിലെ ഹോം ഗാർഡ് റിക്രൂട്ട്മെന്റിനിടെ കുഴഞ്ഞു വീണ യുവതി ആംബുലൻസിനുള്ളിൽ ആണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. സംഭവത്തിൽ 2 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തെന്നാണ് വിവരം.
എന്തായാലും 26-കാരി ആംബുലൻസിനുള്ളിൽ അതും കുഴഞ്ഞു വീണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഇത്തരത്തിൽ അതിക്രൂരമായ പീഡനത്തിന് ആ യുവതി ഇരയാകേണ്ടി വന്നത്. വിഷയത്തിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. രാഷ്ട്രീയ തർക്കം മുറുകുന്നു എന്നതാണ് സാഹചര്യം. നമ്മളിനി പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തയിലേക്ക് കടന്നാൽ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ ഗാസയ്ക്ക് മേലുള്ള ഉപരോധം അയച്ച് ഇസ്രായേൽ. ജനസാന്ദ്രത ഏറിയ മേഖലയിൽ ഭക്ഷണ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുമെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു. ഒപ്പം അന്താരാഷ്ട്ര സഹായങ്ങൾക്കായി മാനുഷിക ഇടനാഴി തുറക്കുമെന്നും അറിയിപ്പുണ്ട്. വിവരങ്ങളുമായി അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, നമുക്കറിയാം എത്രത്തോളം കൊടിയ പട്ടിണിയിലാണ് ഗാസയിലെ ജനത ഉള്ളത് എന്നുള്ളത്. ഈ ഒരുപക്ഷെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെക്കാൾ ഏറെ ദയനീയം ഇത്തരത്തിൽ പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥയാണ്. നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. പോഷകാഹാരക്കുറവ് മൂലവും ആവശ്യത്തിന് ഒരു നേരത്തെ പോലും ഭക്ഷണം ലഭിക്കാതെ അവിടുത്തെ പിഞ്ച് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയും അവരുടെ ആ ഒരു ശരീരവും ഒക്കെ കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളു നീറി പോവുകയാണ്. അന്താരാഷ്ട്ര സമൂഹം എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളത് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം വന്നതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഒരു അയവ് വരുത്തുന്നത് ഇസ്രായേൽ, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ ഗാസയിലുള്ള കാഴ്ചകൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസയിലുള്ള സഹായം, അത് അന്തർദേശീയ സഹായത്തിന് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഈ അന്തർദേശീയ സഹായങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ ഹമാസ് പ്രതിസന്ധിയിലാകും എന്നുള്ള വാദമായിരുന്നു ഇസ്രായേൽ ഉന്നയിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഈ അന്താരാഷ്ട്ര സഹായങ്ങൾ അവിടെ നിർത്തലാക്കിയതിന് പിന്നാലെയാണ് ഗാസയിലെ സ്ഥിതി കൂടുതൽ കടുത്ത രീതിയിൽ മുന്നോട്ട് പോയത്. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളും കുട്ടികളും പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഗാസയിലുള്ള ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം വ്യക്തമാക്കുന്നത്. ഗാസയിലുള്ള ആരോഗ്യ പ്രവർത്തകർ വരെ, അവർക്ക് വരെ പോഷകാഹാരക്കുറവും അതുപോലെ അവരും പട്ടിണി നേരിടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പല ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് പുറത്തുള്ള മറ്റ് ആരോഗ്യ സേവനങ്ങൾ അവർക്കും തേടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഉള്ള നിരവധി വിമർശനങ്ങളെല്ലാം ഇസ്രായേലിന് മേൽ വന്നിരുന്നു. അമേരിക്കൻ കോൺഗ്രസിനകത്ത് വരെ ഈ ഇസ്രായേലിൻ്റെ പ്രവൃത്തികളിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. ഇത്തരത്തിൽ വളരെ അടുത്ത സഖ്യകക്ഷികളിൽ നിന്ന് പോലും വിമർശനങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസയിലുള്ള ഉപരോധം അത് കുറച്ചൊന്ന് അയച്ചത്. ശനിയാഴ്ച രാത്രി മുതൽ അവിടെ സഹായ വിതരണം, അത് ഇസ്രായേലി സേന എയർ ഡ്രോപ്പ് വഴി അവിടെ സഹായ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ജനസാന്ദ്രത ഏറിയ മേഖലകളിലാണ് ഇത്തരത്തിൽ സഹായം വിതരണം ചെയ്തതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഗാസയിലുള്ള നിലവിലെ സ്ഥിതിക്ക് ഒരു അയവ് വരുത്തുന്നതല്ല. ഇപ്പോഴും അവിടെ നിരവധി പേർ പട്ടിണിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ UN-ന്റെ അന്താരാഷ്ട്ര സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് മാനുഷിക ഇടനാഴികൾ തുറക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയോടെ ഇത്തരം സേവനങ്ങൾ ഗാസയിലേക്ക് എത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സേന വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ഇടനാഴികൾ തുറക്കുന്നത് എവിടെയൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഇസ്രായേലി സേന ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല. ആ കാര്യം ഇപ്പോഴും അവ്യക്തം തന്നെയാണ്. എന്നാൽ ഈ സഹായം തേടി ഇപ്പോഴും ഗാസ മുനമ്പിൽ ഇപ്പോൾ ചെറുതാണെങ്കിലും കുറച്ച് അന്താരാഷ്ട്ര സഹായങ്ങളും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങളെല്ലാം ഇപ്പോഴും ഗാസയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടേക്കും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ശനിയാഴ്ച മാത്രം 71 പേരാണ് ഗാസ മുനമ്പിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 42 പേർ ഈ ഭക്ഷണ സാധനങ്ങൾ, ഈ സഹായങ്ങൾ കൊടുക്കുന്ന ഈ സന്നദ്ധ സംഘടനകളിൽ നിന്ന് അവിടെ ഈ ഭക്ഷണം സ്വീകരിക്കാനായി ക്യൂ നിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി കൊല്ലപ്പെടുന്നത്. 42 പേർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നിരവധി പേർ പട്ടിണി കാരണവും ഏതാണ്ട് 100 പേരോളം പട്ടിണി കാരണം മരണപ്പെട്ടു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നിരവധി കുട്ടികളും ഇത്തരത്തിൽ പോഷകാഹാര കുറവ് നേരിടുന്നുണ്ട്. അമ്മമാർക്ക്, കൈക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും ഗാസയിൽ നിന്ന് നിലവിൽ പുറത്തു വരുന്നുണ്ട്. ആര്യ, തീർച്ചയായും അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എല്ലിൽ തൊലി ഒട്ടിയ നിലയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ,
അവരെ കാണുന്ന ദൃശ്യങ്ങൾ പോലും നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ഗാസയിൽ നിന്ന് ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളൊക്കെ പ്രകാരം തന്നെ 1 ലക്ഷത്തിനടുത്ത് സ്ത്രീകളും കുട്ടികളും ഇനിയും പട്ടിണി മൂലം മരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അത്രത്തോളം അടിയന്തരമായി ഇടപെടേണ്ട ഒരു സാഹചര്യം, അന്താരാഷ്ട്ര സമൂഹം ഒന്നായി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ അല്പം ഒന്ന് അയയുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പക്ഷേ ഈ എയർ ഡ്രോപ്പ് വഴിയൊക്കെ ചെറിയ രീതിയിൽ ഈ സഹായങ്ങൾ എത്തിക്കുന്നത് കൊണ്ട് അവിടുത്തെ ജനതയുടെ ജീവനും ജീവിതവും ഒക്കെ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഒരു തീർച്ചയുമില്ലാത്ത കാര്യമാണ്. അജയ് സുധ ബിജുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, സംഘർഷം രൂക്ഷമായ കംബോഡിയ തായ്ലൻഡ് അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കംബോഡിയയിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് നിർദ്ദേശം. വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യം കംബോഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തായ്ലൻഡും ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക്, യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇതിനോടകം തന്നെ കടന്നു. ഒരു വലിയ യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഇതിനോടകം തന്നെ സാധാരണക്കാരായ ഒരുപാട് പൗരന്മാർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. ഈ വെടിനിർത്തലിന് സന്നദ്ധത ഇരു രാജ്യങ്ങളും അറിയിച്ചത് എത്രത്തോളം പ്രതീക്ഷയോടെ നമ്മൾ കാണണം ഈ ഘട്ടത്തിൽ? ആര്യ, ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് എല്ലാ സംഘർഷങ്ങൾക്കുമിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രംഗപ്രവേശമുണ്ട്. അത് ഇവിടെയും സാധ്യമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇരു രാജ്യങ്ങൾക്കും കർശന നിർദ്ദേശം നൽകി വ്യാപാര കരാർ റദ്ദാക്കുന്നതടക്കമുള്ള ഭീഷണി സ്വരം ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നതിന് പിന്നാലെ തായ്ലാൻഡും ഒപ്പം തന്നെ കംബോഡിയയും ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള അറിയിപ്പ് വൈറ്റ് ഹൗസിനെ അറിയിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോകുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് 4ാം ദിവസമാണ് ഈ സംഘർഷം ആരംഭിച്ചിട്ട്. ഇതിനിടെ 33ഓളം പേർ ഈ രാജ്യങ്ങളുമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് 19 പേർ തായ്ലൻഡിലും 13 പേർ കംബോഡിയയിലും ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം. അതായത് അതിർത്തി മേഖലയിൽ ആദ്യം ആക്രമണം നടത്തിയത് കംബോഡിയ ആണെന്നുള്ള ഒരു ആരോപണമാണ് തായ്ലൻഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെ ടാങ്കറുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങുന്ന സമാനമായ സാഹചര്യം അവിടെ ഉടലെടുക്കുകയും വലിയ രീതിയിൽ F-16 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തായ്ലൻഡ് ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്ന കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് പുറത്തു വരികയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി നിരവധി പേരാണ് ഈ അതിർത്തി മേഖലകളിൽ നിന്ന് പലായനം ചെയ്തിട്ടുള്ളത്. 1,60,000 പേർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസിയും കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. കാരണം ഈ രണ്ട് മേഖലയും വിനോദസഞ്ചാര മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഇന്ത്യക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ വിനോദസഞ്ചാരത്തിനായി എത്തുന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കഴിവതും അവിടേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, സുരക്ഷിത സ്ഥാനത്തേക്ക് അവിടെയുള്ളവർ മാറുക, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് നൂറ്റാണ്ടുകളായ ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ ഈ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുള്ളത്. അതായത് ഒരു രണ്ട് പുരാതന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു അന്ന് 12ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ പ്രശ്നമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും ആ ഒരു വൈര്യം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മാറുന്നില്ല എന്നുള്ളതാണ്. ഈ അതിർത്തി 812ഓളം കിലോമീറ്റർ ദൂരത്തോളം ഈ ഇരു രാജ്യങ്ങളും ഈ അതിർത്തി പങ്കിടുന്നുണ്ട്. ആ മേഖലയിലാണ് വലിയ രീതിയിൽ സംഘർഷം രൂക്ഷമാകുന്നത്. ഇന്ന് 4ാം ദിനമാണ്. കഴിഞ്ഞ ദിവസം ഈ അതിർത്തി മേഖലയിലേക്ക് കൂടുതൽ സേനാവിന്യാസം തായ്ലൻഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. കംബോഡിയയും സമാനമായ രീതിയിലുണ്ട്. അതായത് കുഴിബോംബുകൾ വെച്ചുള്ള സ്ഫോടനമായിരുന്നു ആദ്യം ഉണ്ടായത്. ഇതിൽ 2 സൈനികർ കൊല്ലപ്പെടുകയായിരുന്നു. ഇതാണ് പിന്നീട് കുറച്ചുകൂടി ഈ ഒരു സംഘർഷം മൂർച്ഛിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. തുടർന്ന് F-16 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊരു വ്യോമ ആക്രമണം തായ്ലൻഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയായിരുന്നു. ഇതിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. നിരവധി പേർക്ക് പരിക്കേറ്റുകയും ചെയ്തിട്ടുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ട്രംപിന്റെ ഇടപെടൽ വരുന്നു. ട്രംപ് ട്രൂത്ത് സോഷ്യൽ കൂടി കുറിച്ചതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും ഈ സീസ് ഫയറിന് തയ്യാറായിരിക്കുന്നു. അവർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാകും, അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആര്യ, യെസ്, സമാധാനം പുനഃസ്ഥാപിക്കാനാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഓക്കെ, നമുക്ക് വാർത്തകളിലേക്ക് മടങ്ങുമ്പോൾ
ഒരു കാലത്ത് പ്രമാദമായ ചില വാർത്തകളും കാര്യങ്ങളുമൊക്കെ ഇല്ലേ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളായിരിക്കും. അതിൻ്റെ ബാക്കി പത്രം എന്താണ് എന്നതാണ് ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. രാജ്യത്തെ കോർപ്പറേറ്റ് മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു കൊച്ചി സ്വദേശി അന്ന സെബാസ്റ്റ്യന്റെ മരണം. അമിത ജോലിഭാരത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന അന്ന കഴിഞ്ഞ ജൂലൈയിൽ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണാണ് മരിച്ചത്. മരണം നടന്ന് 1 വർഷം പിന്നിടുമ്പോൾ അന്നയുടെ ഓർമ്മകളിൽ കഴിയുകയാണ് മാതാപിതാക്കൾ. ഈ വീടിൻ്റെ സന്തോഷങ്ങളെല്ലാം അണഞ്ഞു പോയിട്ട് 1 വർഷമാകാൻ പോകുന്നു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മിടുക്കിയായിരുന്ന തങ്ങളുടെ മകളുടെ വിയോഗം ഉൾക്കൊള്ളാൻ നാളിത്രയായിട്ടും മാതാപിതാക്കളായ അനിത അഗസ്റ്റിനും സിബി ജോസഫിനും കഴിഞ്ഞിട്ടുമില്ല. സ്വപ്നം കണ്ടൊരു ജോലിയിലേക്കെത്തിയ സന്തോഷം മകൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ സമ്മർദ്ദങ്ങൾ വലുതായിരുന്നു. ഇത്രയും സ്ട്രെസ് ആകുമ്പോൾ സിബി എന്തോരം പറഞ്ഞത് അവളോട്, നീ തിരിച്ചു പോവാ മോളെ, നീ തിരിച്ചു പോവാ, നീ എന്തിനാ ഇങ്ങനെ ഈ CA നീ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയെടുത്തു, എന്നിട്ട് പിന്നെ നീ അവിടെ ചെന്ന് ഇങ്ങനെ നീ കഷ്ടപ്പെടുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ എൻ്റെ ഇത് ഓഡിറ്റ് തീരട്ടെ, അപ്പോൾ ഞാൻ അത് തീർക്കട്ടെ, ഇത് തീർക്കട്ടെ, എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു ബിഗ് 4ൽ കയറണം എന്ന്, ഞാൻ ഒരു 1 ഇയർ അവിടെ പിടിച്ചു നിൽക്കട്ടെ എന്നൊക്കെയാണ് പിള്ളേർ വിചാരിക്കുന്നത്. ഇതുങ്ങൾ വിചാരിക്കുന്നില്ല ഇവർ ഇത്രയും സ്ട്രെയിൻ എടുക്കുമ്പോൾ ഇവർ ഇല്ലാണ്ടാവുക കൊച്ചുങ്ങൾക്ക്, അവരറിയണുണ്ടോ, അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവരതൊക്കെ. പക്ഷെ ഇപ്പോൾ പിള്ളേർക്ക് അത് മനസ്സിലായി തുടങ്ങി. ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരവേ പൂനെയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണാണ് അന്ന മരിക്കുന്നത്. കമ്പനി തരുന്ന അമിത ജോലിഭാരത്തെക്കുറിച്ച് മകൾ പറഞ്ഞിരുന്നു. മരണശേഷം മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ പല പ്രമുഖരും ഇതിൽ ഇടപെട്ടു. കേന്ദ്ര സർക്കാർ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും ഫലവത്തായില്ല. കുടുംബം ആരോപണം ഉന്നയിച്ച കമ്പനിയിലെ മേലുദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ തുടരുന്നു. ഇപ്പോഴും അവളുടെ ഇമ്മീഡിയറ്റ് കൺട്രോളിംഗ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് മാനേജർ, ടീം ലീഡർ ഇപ്പോഴും ഓഫീസിൽ തന്നെ കണ്ടിന്യൂ. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം കാരണമാണ് ഇവൾക്ക് ഇത്ര അധികം അവൾക്ക് ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നത്. അതായത് അവൾക്ക് ഒരു ജോലി ചെയ്ത് അടുത്ത ജോലി തീർന്ന് അടുത്ത ജോലി കൊടുക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് അവർക്ക് ഉറങ്ങാനായിട്ടുള്ള സാവകാശം കിട്ടില്ലായിരുന്നു. അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അവർക്കത് ചെയ്യേണ്ടി വരുന്നത് അവരുടെ ഓഫീസ്, അവരുടെ കൺട്രോളിങ് ഓഫീസ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. വിവരങ്ങൾ അറിഞ്ഞ രാഹുൽ ഗാന്ധി വീഡിയോ കോളിൽ കുടുംബവുമായി സംസാരിച്ചിരുന്നു. തുടർന്ന് പ്രൊഫഷണൽ കോൺഗ്രസ് തുടങ്ങിവെച്ച ക്യാമ്പയിൻ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നതായി കുടുംബം പറയുന്നു. വലിയ സ്വപ്നങ്ങൾ കണ്ട മകളുടെ ദീപ്ത സ്മരണകൾ നിലനിർത്താൻ ഒരു ട്രസ്റ്റ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. കോർപ്പറേറ്റ് രംഗത്തെ തൊഴിൽ പീഡനത്തിനെതിരെ തങ്ങൾ തുടങ്ങിവെച്ച പോരാട്ടം ഇപ്പോൾ പലരും ഏറ്റെടുക്കുന്നതിന് കണ്ണു നിറഞ്ഞ് ചേർത്തു വയ്ക്കുകയാണിവർ. അവൾ പോയി ഇപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഒച്ച അവള് നമുക്ക് അത് ഒരിക്കലും പക്ഷെ ഒരു അവൾ ആ സഹിച്ചതിനും അവൾ നേരിട്ടതിനും എന്തെങ്കിലും ഒരു അർത്ഥം ഒരു അർത്ഥം അതുകൊണ്ട് ഉണ്ടായെങ്കിൽ അത് നല്ലത് അത്രയും നമുക്ക് പറയാനുള്ളൂ. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18 കൊച്ചി. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറിയിലെ സിമന്റ് പാളി അടർന്നു വീണു. 10ാം ക്ലാസ്സിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സിമന്റ് പാളിയാണ് നിലം പതിച്ചത്. വിദ്യാർത്ഥികൾക്കാർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരം. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലെ മേൽക്കൂരയിൽ നിന്നാണ് സിമന്റ് പാളി അടർന്ന് ക്ലാസ് മുറിക്കുള്ളിൽ പതിച്ചത്. ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു അപകടം. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കാർക്കും പരുക്കില്ല. കെട്ടിടത്തിൽ പലയിടത്തും മേൽക്കൂരയിൽ സിമന്റ് പാളി അടർന്നിരിക്കുകയാണ്. കെട്ടിടത്തിന് ചെറിയ തോതിൽ പ്ലാസ്റ്ററിംഗ് ഇളകി വീഴുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിച്ചിരുന്നിട്ടുള്ളതാണ്.
കുറച്ച് എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങളായി തന്നെ അതുമായിട്ട് അത്തരം രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇരുനില കെട്ടിടത്തിലാകെ മഴ പെയ്ത് നനവ് പടർന്നിട്ടുണ്ട്. സിമന്റ് പാളി അടർന്നു വീണ ക്ലാസ് മുറിയുടെ ഭിത്തിയിൽ മരത്തിന്റെ വേര് പടർന്ന അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ പുറത്ത് വളർന്നു നിൽക്കുന്ന ആലിന്റെ വേര് ക്ലാസ് മുറി വരെ എത്തിയിട്ടും അത് നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മേൽക്കൂരയിൽ സിമന്റ് പാളികൾ അടർന്നിരിക്കുന്നതും ഭിത്തികളിലെ വിള്ളലുകളും ഇവിടെ സാധാരണ കാഴ്ചയാണ്. അധ്യാപകരുടെ മുറിയിലെയും അവസ്ഥ വ്യത്യസ്തമല്ല. ലൈബ്രറിയിൽ ജനലിന്റെ ഭാഗവും അടർന്നിരിപ്പുണ്ട്. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ അടിഭാഗത്തെ കമ്പി നിലവിൽ തെളിഞ്ഞു കാണാം. അടുത്തിടെ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നു. സ്കൂൾ അധികൃതർ പറഞ്ഞതിനെ തുടർന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെത്തി കെട്ടിടം പരിശോധിച്ചു. കെട്ടിടത്തിന് ബലമുണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ കുട്ടികളെ ഇവിടെ ഇരുത്തുകയുള്ളൂവെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില അനുമോൻ പറഞ്ഞു. പരിശോധിച്ചതിന് ശേഷം കെട്ടിടത്തിന് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് കണ്ടാൽ അതിന് ബദൽ സംവിധാനം, കുഞ്ഞുങ്ങളെ മാറ്റിയിരുത്തുവാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MLA അറിയിച്ചിട്ടുണ്ട്. ഇനി അഥവാ കെട്ടിടത്തിന് സ്റ്റെബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിൽ അത്യാവശ്യം മെയിൻ്റനൻസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകളിലെയും കെട്ടിടങ്ങളിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സുരക്ഷയില്ലാത്ത കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നഗരസഭാ അധ്യക്ഷ P. ശശികല വ്യക്തമാക്കി. നമുക്കൊരു കൃത്യമായിട്ടും ഇത് കാര്യം കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുത്ത് ഇതിന് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ഇന്ന് നമ്മൾ ഈ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടോ എന്നറിയാൻ കൂടുതൽ പരിശോധന നടത്തും. ഫിറ്റ്നസ് പരിശോധിക്കാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തും. ന്യൂസ് 18 കായംകുളം. ഏത് നിമിഷവും തകർന്നു വീണേക്കാമെന്ന അവസ്ഥയിലാണ് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസ് കെട്ടിടം. കാലപ്പഴക്കത്താൽ തകർച്ചയിലായ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകിയിട്ടുണ്ട്. ഭീതിയോടെയാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത്. 50 വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. തകർച്ചയിലായ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര പലപ്പോഴായി ഇളകി വീണിട്ടുണ്ട്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യേണ്ടത്. 45 ലക്ഷം രൂപ റീബിൽഡ് കേരളയിൽ അനുവദിച്ച വില്ലേജ് ഓഫീസ് പണിയാൻ സാഹചര്യം ഉള്ളപ്പോൾ സർക്കാർ അടിയന്തരമായി ഭൂമി കണ്ടെത്തി ഒരു പുതിയ വില്ലേജ് ഓഫീസ് ഈ നമ്മുടെ നാട്ടിലേക്ക് പണിയണമെന്നാണ്. അല്ലാത്ത പക്ഷം ഒരു അപകടമുണ്ടാകുന്ന മുറയ്ക്ക് മാത്രം ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്ന് മാത്രമാണ്. തകർച്ചയിലായ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം പലപ്പോഴും ജീവനക്കാർ തന്നെയാണ് പണം മുടക്കി ചെയ്യുന്നത്. എന്നാൽ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇത് മതിയാകില്ല. ദിവസവും ഒട്ടേറെ പേർ എത്തുന്ന നാരങ്ങാനം വില്ലേജ് ഓഫീസ് കെട്ടിടം തകർന്നു വീഴാൻ കാത്തു നിൽക്കാതെ പുതുക്കി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം പുനലൂരിൽ കന്നുകാലികളെ വേട്ടയാടുന്ന സംഘം വ്യാപകം. റോഡിൽ ചക്കമടൽ വിതറി കെണിയൊരുക്കിയാണ് മൃഗങ്ങളെ പിടികൂടുന്നത്. പിന്നിൽ ഇറച്ചി കച്ചവടക്കാരാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പിറവന്തൂർ വാഴത്തോപ്പ് തടി ഡിപ്പോയ്ക്ക് സമീപമാണ് പുതിയ തരത്തിലെ മൃഗവേട്ട വ്യാപകമായിരിക്കുന്നത്. നേരം ഇരുട്ടുന്നതോടെ ബൈക്കിലെത്തുന്ന സംഘം ഡിപ്പോയ്ക്ക് മുന്നിലെ റോഡിൽ ചക്കമടൽ വിതറും. ഇവ ഭക്ഷിക്കാൻ സമീപത്തെ വനത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ വണ്ടി ഉപയോഗിച്ച് ഇടിച്ചിടുന്നതാണ് പതിവ്. തുടർന്ന് അവയെ കടത്തിക്കൊണ്ടുപോകും. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇറച്ചി കച്ചവടക്കാരാണ് മൃഗവേട്ടയ്ക്ക് പിന്നിലെന്നാണ് ആരോപണം. ചോദ്യം ചെയ്ത പ്രദേശവാസികളെ ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. ചക്കമടൽ വെട്ടി എറിഞ്ഞ് രണ്ടുപേര് ബൈക്കിനകത്ത് കൊണ്ടുവന്ന് ഇടുക, വഴിയിൽ റോഡ് സൈഡിൽ ഇടുക. ഇത് തിന്നാനായിട്ട് വരുന്ന പശുക്കളെ തൊട്ട് പറയാം വണ്ടിയായിട്ട് ഇവർ വന്ന് വെയിറ്റ് ചെയ്യുക, ഇതിനെ പിടിച്ചോണ്ട് പോവുക. ഇടിച്ചിട്ടാണോ അതോ കുരുക്കെട്ട് പിടിച്ചാണോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇത്ര പശുക്കൾ ഇടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം. ഏതാണ്ട് ഒരു 10-15 പശുക്കളുണ്ട്. ചെറിയ കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് ഇതിനകത്ത്. ഇത് പുന്നലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ആയിരുന്നു ഈ കന്നുകാലികളെല്ലാം കൂടെ. അത് വനത്തിനുള്ളിൽ കിടന്ന് ഇത് പെറ്റ് പെരുകി ഏതാണ്ട് 50-60 ആയി. ഇപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞെങ്കിലും. പിന്നെ ഇത് നാട്ടുകാരുടെ കൃഷി ഇറങ്ങി നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതിയും കൊണ്ട് പോയതാണ്. പരാതിയും കൊണ്ടുപോയപ്പോൾ അവർ പറയും ഞങ്ങളുടെ അല്ലെന്നും പറയാൻ അവർ എഴുതി കൊടുത്തു. കാരണം നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറയാം ഇതിപ്പോൾ വനം വകുപ്പിന്റെ സ്വത്തായിട്ടാണ് മാറിയേക്കുന്നത്. ഇതിനെ ഇപ്പം ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്. കാളയും പശുവും ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയാണ് ഇവർ പൊതുവെ ലക്ഷ്യം വെക്കുന്നത്. പുന്നലയിലുള്ള ഒരു കുടുംബത്തിന്റെ വകയാണ് ഇവയെല്ലാം. വർഷങ്ങൾക്ക് മുൻപ് കാട് കയറി പെറ്റുപരുകിയ ഇവയുടെ ഉടമസ്ഥാവകാശം വനം വകുപ്പും ഏറ്റെടുക്കാതായതോടെ മൃഗവേട്ട സംഘത്തിനിത് കൂടുതൽ സഹായകരമായി. നിരന്തരമായിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ചക്കമടലും ചക്കക്കുരുവും എല്ലാം അവിടെ വന്ന് കിടക്കുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പം ഈ മലയിൽ ഇങ്ങനെ അനാഥയായിട്ട് കിടക്കുന്ന കന്നാലികളെ
വഹിക്കാനുള്ള ഇതാണെന്നാണ് ഞങ്ങളുടെ സംശയം. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് 2 കന്നാലികൾ രാവിലെ കയറിപ്പോകുന്ന സ്ഥലങ്ങളിലാണ് ഈ ചക്കമടലും ചക്കക്കുരു കൊണ്ടിടുന്നത്. ആ ചക്കക്കുരുവും ചക്കമടലും കിടന്ന് സ്കൂട്ടറുകാർക്ക് മറിയാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇത്രയും അന്വേഷിക്കേണ്ടി വന്നത്. എന്തോ കാരണമെന്ന്. നിരന്തരം രാത്രി കാലങ്ങളിൽ ചക്കക്കുരു, ചക്കമണ്ട, ചക്കപ്പൂഞ്ഞു എല്ലാം കൊണ്ടിടുക. വണ്ടി കയറുന്ന മെയിൻ റോഡിലാണ്, സ്റ്റേറ്റ് ഹൈവേല. മുൻകാലങ്ങളിൽ തടി ഡിപ്പോയ്ക്ക് സമീപം മതിലിനോട് ചേർന്ന് ലോറികൾ പാർക്ക് ചെയ്ത് ഡ്രൈവർമാർ വിശ്രമിക്കാറുണ്ടായിരുന്നു. എന്നാൽ മോഷണ സംഘം ഒരു ഡ്രൈവറെ കൊലപ്പെടുത്തിയതോടെ പലരും ഇവിടെ രാത്രികാലങ്ങളിൽ എത്താതെയായി. സന്ധ്യയാകുന്നതോടെ ഈ പ്രദേശം വിജനമാകുന്നത് പ്രയോജനപ്പെടുത്തിയാണ് മൃഗവേട്ട സംഘം സജീവമായത്. ന്യൂസ് 18 കൊല്ലം. ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ NCERT. നിലവിൽ പാഠ്യപദ്ധതിയുടെ 2 മൊഡ്യൂൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ മൊഡ്യൂൾ 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും രണ്ടാമത്തെ മൊഡ്യൂൾ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുമായാണ് രൂപകൽപ്പന ചെയ്യുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തിന്റെ സൈനിക ശക്തിയും പരമാധികാരം സംരക്ഷിക്കാൻ കൈക്കൊണ്ട നടപടികളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് ലക്ഷ്യം. ഓപ്പറേഷൻ സിന്ദൂറിന് പുറമെ ആക്സിയം 4, ചന്ദ്രയാൻ ദൗത്യം തുടങ്ങിയവയും പാഠ്യപദ്ധതിയുടെ ഭാഗമാകും. 2ാം പിറന്നാൾ ദിനത്തിൽ ആദ്യമായി അമ്മയുടെ ശബ്ദം കേട്ടതിന്റെ അമ്പരപ്പിലാണ് കാസർഗോഡ് സ്വദേശി പൂജ. ജന്മനാ ശ്രവണശേഷിയില്ലാത്ത മകൾ തന്റെ ശബ്ദം കേട്ട സന്തോഷത്തിൽ അമ്മ നീതുമോളും. എറണാകുളം ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ പദ്ധതിയിലൂടെയാണ് നിർധന കുടുംബം സന്തോഷങ്ങളുടെ പുതിയ ശബ്ദം കേട്ടത്. കാസർഗോഡ് രാജപുരം സ്വദേശികളായ ഗിരീശന്റെയും നീതുമോളുടെയും മകളായ പൂജ ശ്രവണശേഷിയില്ലാതെയാണ് ജനിച്ചത്. ചികിത്സകൾക്കായി വിവിധ ആശുപത്രികൾ കയറിയിറങ്ങി. കുഞ്ഞിന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തണമെന്നും ഇതിന് 10 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നും ആശുപത്രികളിൽ നിന്ന് മനസ്സിലായി. ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയെക്കുറിച്ച് അറിഞ്ഞ കുടുംബം ലിശ്രവൺ പദ്ധതിയിൽ അപേക്ഷിച്ചത് നിർണായകമായി. കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ആശുപത്രി മാനേജ്മെന്റ് ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നടത്താൻ തയ്യാറായി. എൻ്റെ കുഞ്ഞിന് ജന്മന ആദ്യം തൊട്ടേ കേൾവി ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. കുറേ ഇടത്ത് കൊണ്ടു നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഇതിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ലിശ്രാവൺ പദ്ധതി ഇതിൻ്റെ ലിസി ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത്. ആ ലിങ്ക് വഴി ഞാൻ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ വന്നു. പിന്നെ അവിടെ തൊട്ട് ഇവിടെ വരെ ലിസി ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ്, ഡയറക്ടർ പോളച്ചനും പിന്നെ അതുപോലെ തന്നെ മേഘ ഡോക്ടർ എല്ലാവരും നമുക്ക് അവിടെ തൊട്ട് ഇവിടെ വരെ, ഇന്ന് കൊച്ചിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു, അന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ട്. ഈ നിമിഷം വരെ അവർ നമുക്ക് സപ്പോർട്ടായിരുന്നു. ഇനി അങ്ങോട്ടും ആ സപ്പോർട്ട് നമുക്കുണ്ടാവും. 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിന് ഇംപ്ലാന്റ് ഘടിപ്പിച്ചത്. കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ മേഘ കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന ശസ്ത്രക്രിയയാണ്. പൂജയെ നമ്മുടെ ലിസി ഹോസ്പിറ്റൽ നടത്തുന്ന ലിശ്രവൺ എന്ന ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ അംഗമാക്കാൻ സാധിക്കുകയും 2 ആഴ്ച മുന്നേ പൂജയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സക്സസ്ഫുള്ളായി ചെയ്യുകയും ചെയ്തു. കോക്ലിയർ ഇംപ്ലാന്റ് ആക്ടിവേഷൻ അഥവാ സ്വിച്ച് ഓൺ, അതായത് കുഞ്ഞ് ആദ്യമായി ശബ്ദലോകത്തിലോട്ട് എത്തുന്നത്, അത് പൂജയുടെ 2ാം ജന്മദിനത്തിൽ തന്നെ ഒരു ജന്മദിന ഗിഫ്റ്റായിട്ട് ആദ്യത്തെ ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ലിസി ആശുപത്രിയിൽ നടത്തിയ പിറന്നാൾ ആഘോഷത്തിൽ ഡയറക്ടർ ഫാദ് പോൾ കേരഡന്റെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചു. പുത്തനുടുപ്പും പിറന്നാൾ സമ്മാനങ്ങളും നൽകിയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് യാത്രയാക്കിയത്. ന്യൂസ് 18 കൊച്ചി. ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണല്ലേ നമ്മളും കേട്ടത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, സ്വന്തമായി നെൽവിത്ത് വികസിപ്പിച്ചെടുത്ത് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് മലപ്പുറം പുലാമന്തോൾ സ്വദേശി ശശിധരൻ. മകളുടെ പേരിൽ വികസിപ്പിച്ചെടുത്ത ഗോപിക നെൽവിത്തിനാണ് പേറ്റന്റ് ലഭിച്ചത്. ശശിധരന്റെ 1.5 പതിറ്റാണ്ട് കാലത്തെ പ്രയത്നത്തിന്റെ ഫലമാണിത്. പുലാമന്തോൾ തിരുനാരായണപുരം സ്വദേശി ചോലപ്പറമ്പത്ത് ശശിധരൻ 40 വർഷത്തിലേറെയായി പാട്ടത്തിനെടുക്കുന്ന ഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത്. ഇവിടെ നടത്തിയ കാർഷിക പരീക്ഷണങ്ങളിലൂടെയാണ് ചുവന്ന മട്ടയരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഗോപിക നെൽവിത്ത് വികസിപ്പിച്ചെടുത്തത്. ഐശ്വര്യ, ജ്യോതി എന്നീ വിത്തുകൾ പ്രത്യേക പരാഗണ രീതി ഉപയോഗിച്ച് കൃഷി ചെയ്ത് വർഷങ്ങളോളം നടത്തിയ പരീക്ഷണത്തിനൊടുവിലാണ് ഗോപിക നെൽവിത്ത് പിറവിയെടുത്തത്.
1.5 പതിറ്റാണ്ട് കാലത്തെ പ്രയത്ന ഫലം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ശശിധരൻ. ഞാൻ 2002 സ്റ്റാർട്ട് ചെയ്തിട്ട് 2010 എനിക്ക് പുതിയൊരു നെൽവിത്ത് കിട്ടിയത്. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ പിന്നെ അത് 7 തലമുറ വീണ്ടും ഞാനത് ആവർത്തിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിശുദ്ധി വരുത്തി. അതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നെൽവിത്ത് പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാനത് യൂണിവേഴ്സിറ്റിയിലെ വിവരം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു നെൽ കർഷകൻ സ്വന്തമായി അത്യുൽപാദന ശേഷിയുള്ള വിത്ത് വികസിപ്പിച്ചെടുക്കുന്നതും ഈ വിത്തിന് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് നേടുന്നതും. 15 വർഷം നീണ്ട പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത നെൽവിത്തിന് മകളുടെ പേരാണ് ശശിധരൻ നൽകിയത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിനു ശേഷം കാർഷിക കോഴ്സ് തെരഞ്ഞെടുത്ത ഗോപികയ്ക്കും പിതാവിന്റെ നേട്ടം അഭിമാനമാവുകയാണ്. 2012 ശശിധരൻ പേറ്റന്റിനായി ആദ്യ അപേക്ഷ നൽകുന്നത്. പിന്നീട് 2019 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും അപേക്ഷ നൽകി. വർഷങ്ങളോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാന്റ് വെറൈറ്റി രജിസ്ട്രാർ ജനറൽ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഇതോടെ ഗോപിക നെൽവിത്തിന്റെ അവകാശം ശശിധരന് സ്വന്തമായി ഒരു തുണ്ട് കൃഷിഭൂമി ഇല്ലാതിരുന്നിട്ടും മികച്ച കർഷകനുള്ള ഒട്ടേറെ പുരസ്കാരങ്ങളും ശശിധരൻ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. വിനോദസഞ്ചാര കേന്ദ്രമായ തട്ടേക്കാട് വൻ ജനപ്രവാഹമാണിപ്പോൾ. മഴക്കാലം ആരംഭിച്ചതോടെ അവധി ദിവസങ്ങളിൽ ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. കോതമംഗലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. മഴക്കാലത്ത് ഇതിൻ്റെ മനോഹാരിത കൂടും. പച്ചവിരിച്ച മൈതാനവും മഞ്ഞു പുകയുന്ന മലനിരകളും വളഞ്ഞുപുളഞ്ഞൊഴുകുന്ന അരുവികളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ കസിൻസൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യാം എന്ന് വിചാരിച്ച് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ്. അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബ്. മൺസൂൺ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഏരിയ എന്ന് പറയാം. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ചിറാപ്പുഞ്ചി മഴയത്ത്, ആ റീലെടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. കേരളത്തിന്റെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മഴക്കാലത്താണ് അതിന്റെ മുഴുവൻ ഭംഗിയും ഭാവവും തുറന്നു കാട്ടുന്നത്. മഞ്ഞു പടർന്ന മലനിരകളും പച്ച വിരിച്ച പരവതാനികളും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയുമെല്ലാം ചേർന്നൊരുക്കുന്ന വിസ്മയം. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയാൽ ഗുണകരമാകുമെന്ന് സഞ്ചാരികൾ. ഇവിടെ ഓരോ പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ മനോഹരമാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള എന്തെങ്കിലും ടോയ്ലറ്റോ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെന്ന് തോന്നി. കാരണം ഇവിടെ ഇപ്പോൾ മഴ നന്നായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുട പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഷെൽട്ടറോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഞാനൊരു പ്രഗ്നൻസി ഒരു സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊന്ന് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. അപകടമില്ലാത്ത ഇടം എന്നതിനാലാണ് കൂടുതൽ പേരും ഇവിടം തിരഞ്ഞെടുക്കാൻ കാരണം. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ഇവിടെ. അതുപോലെ തന്നെ സേഫ്റ്റിയാണ്. നമുക്ക് എന്തുകൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി വൈബായിരുന്നു. ന്യൂസ് 18 കോതമംഗലം. പാപ്പച്ചയും നോക്കിക്കോളണമെന്ന് പറഞ്ഞ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി കല്ലടയാറ്റിൽ ചാടിയ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കൊട്ടാരക്കര പുത്തൂർ കടത്തിനാപ്പുഴയിലാണ് 3 ദിവസത്തിന് ശേഷം മൃതദേഹം കരയ്ക്കടിഞ്ഞത്. ഏനാത്ത് പാലത്തിൽ നിന്നും ചാടിയായിരുന്നു 9ാം ക്ലാസ്സുകാരൻ ജീവനൊടുക്കിയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏനാത്ത് പാലം ആത്മഹത്യാ മുനമ്പായി മാറുന്നു. കല്ലടയാറിന് കുറുകെ ഏനാത്ത് പാലത്തിലാണ് നമ്മളുള്ളത്. പത്തനംതിട്ട, കൊല്ലം എന്നീ 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് ഏനാത്ത് പാലം. ഈ പാലത്തിൻ്റെ കൈവരികൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വളരെ ചെറുതാണ്.
കാരണം ഇവിടെ ഒരു ആത്മഹത്യാ മുനമ്പായി തന്നെ മാറിയിരിക്കുന്നു. നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ അടക്കം സംഭവിച്ചിട്ടുണ്ട്. ഒരു 3 ദിവസം മുൻപാണ് കുളക്കടയിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ആസിഫ് ഇവിടെ എത്തുകയും സ്കൂൾ ബാഗ് ഊരി വെച്ചതിന് ശേഷം ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും എടുത്ത് കല്ലടയാറിലേക്ക് ചാടിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അത്തരത്തിലുള്ള വലിയ ദുഃഖകരമായ വാർത്തകളാണ് ഈ പാലത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള വലിയൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവർ നിവേദനം നൽകിയിരുന്നു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു സംരക്ഷണ വേലി തീർക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. കാരണം ഇവിടെ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കണം. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകരുത്. കാരണം ദൃക്സാക്ഷികൾ ഇവിടെ ധാരാളം നിരവധി ആൾക്കാർ ഈ സംഭവം കണ്ടുകൊണ്ട് തന്നെ നിന്നു. പോലീസ് ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പുത്തൂർ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇവിടെ സ്കൂൾ ബാഗ് ഊരി വെക്കുകയും ആസിഫ് ഇതിൻ്റെ മുകളിൽ നിന്നും എടുത്ത് ചാടുകയും ചെയ്തു എന്നാണ് അവർ പോലീസിന് മൊഴി നൽകിയത്. പോലീസ് ആസിഫിൻ്റെ സ്കൂൾ ബാഗ് പരിശോധിച്ചപ്പോഴാണ് അതിൽ ആത്മഹത്യാ കുറിപ്പടക്കം ലഭ്യമായത്. അതിൽ അച്ഛനെയും അമ്മയും സംരക്ഷിച്ചു കൊള്ളണം എന്ന് സഹോദരിയോട് പറയുന്ന തരത്തിലുള്ള ഒരു കുറിപ്പായിരുന്നു ആ ആത്മഹത്യയിൽ പറഞ്ഞത്. അത്തരം കരളലിയിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾക്ക് തടയിടണം. അടിയന്തരമായി ഇവിടെ ഈ പാലത്തിൽ ഒരു സംരക്ഷണ വേലി തീർക്കണം എന്നുള്ള വലിയ ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഒരാഴ്ചക്കിടെ 10ഓളം അപകടങ്ങളാണ് ദേശീയപാത 66 ഉണ്ടായിട്ടുള്ളത്. ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മഴ തുടർച്ചയായി പെയ്യുന്നതോടെ പണി പൂർത്തീകരിച്ച ദേശീയപാത 66 അപകടങ്ങൾ പതിവാകുകയാണ്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളം തങ്ങി നിൽക്കുന്ന റോഡിൽ വാഹനങ്ങൾ തെന്നി വീണുണ്ടാകുന്ന അപകടങ്ങളും ഏറെയാണ്. അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. വാഹനം ഓടിക്കുന്നവർ അമിത വേഗത്തിലാണ് നിരത്തിൽ ചീറിപ്പായുന്നത്. ദേശീയപാതയിൽ ഒരാഴ്ചക്കിടെ 15ഓളം അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ പല വാഹനങ്ങളിലും ഇൻഡിക്കേറ്റർ കാര്യക്ഷമമല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. തേയ്മാനം സംഭവിച്ച ടയർ പൊട്ടി ഉണ്ടാകുന്ന അപകടങ്ങളും പതിവാണെന്ന് ഹൈവേ പോലീസ് പറയുന്നു. ഗതാഗത നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യണമെന്നാണ് ഹൈവേ പോലീസിന്റെ നിർദ്ദേശം. അതീവ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് യാത്ര ചെയ്യേണ്ടതെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് 18 തിരൂർ. റോഡ് ഏതാ കുഴി ഏതാ എന്നറിയാതെ വർഷങ്ങളായി ദുരിതയാത്ര നടത്തുകയാണ് പാലക്കാട് കൊപ്പം പഞ്ചായത്തിലെ മണ്ണങ്ങോട് പ്രഭാപുരം നിവാസികൾ. മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായി. പദ്ധതികൾ വയ്ക്കുകയും ഫണ്ട് അനുവദിക്കുകയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും റോഡ് മാത്രം നേരെയാകുന്നില്ല. വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും പട്ടാമ്പി, കൊപ്പം, മണ്ണേങ്ങോട്, പ്രഭാപുരം പാതയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമില്ല. ദുരിതയാത്ര നടത്തുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് പേർ. പല ഭാഗത്തും റോഡില്ലാത്ത അവസ്ഥ. പകരം വലിയ കല്ലുകളും കുണ്ടും കുഴികളും മാത്രം. മഴ പെയ്താൽ ബെല്ലർജിൻ്റെ ശക്തമായ ഒഴുക്ക് കാരണം ചെളിക്കെട്ടും രൂപം കൊള്ളുന്നുണ്ട്. 5 കിലോമീറ്റർ വരുന്ന പാതയാണ് തകർന്നത്. പ്രഭാപുരത്ത് നിന്ന് കൊപ്പത്തേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പവഴി കൂടിയാണ് ഇത്. നിലവിൽ റോഡിൻ്റെ തകർച്ച മൂലം വാഹനങ്ങളും തകരുന്നതായി യാത്രക്കാർ പറയുന്നു. റോഡ് തകർന്നതോടെ കാൽനട യാത്രയും ദുസ്സഹമായി. വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളി തെറിക്കുന്നതും പതിവായി. റോഡ് തകർച്ച കാരണം ഓട്ടോറിക്ഷകളും വരാൻ മടിക്കുന്നു. അഴുക്കുചാൽ സംവിധാനം കാര്യക്ഷമമല്ലാത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. കുഴികളിൽ വീണുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ്. പലതവണ ലക്ഷങ്ങൾ ചെലവാക്കി അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഇവയൊന്നും അധികകാലം നീണ്ടു നിൽക്കാറില്ല. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയിലേക്ക് വരുന്ന വലിയ ടോറസ് വാഹനങ്ങളുടെ ഓട്ടവും പാതയുടെ തകർച്ച രൂക്ഷമാക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. നിലവിൽ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തകർന്ന റോഡിലേക്ക് ഇറങ്ങാൻ തന്നെ ആളുകൾക്ക് മടിയാണ്. പാതയുടെ ശോചനീയാവസ്ഥ മൂലം കിലോമീറ്ററുകൾ ചുറ്റിയാണ് പലരും കൊപ്പം ടൗണിലെത്തുന്നത്. പാതയുടെ നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കാണിച്ച് പ്രദേശത്ത് ഫ്ലെക്സ് ബോർഡ് അടക്കം സ്ഥാപിച്ചെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പ്രവൃത്തിയും ഇവിടെ നടപ്പാക്കിയിട്ടില്ല. പാത വേഗത്തിൽ നവീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് 18 പാലക്കാട്. തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കുവാനായി വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധവുമായി തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു ഗ്രാമം. തൊടുപുഴ ചിലവിലെ നാട്ടുകാരാണ് പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ റീൽസാക്കി പോസ്റ്റ് ചെയ്തത്. റീൽസ് എന്തായാലും വൈറലായതോടെ അധികൃതർ റോഡ് നന്നാക്കാനുള്ള നടപടിയും എടുത്തു. എന്തായാലും റീൽസ് പ്രതിഷേധം വിജയിച്ച സന്തോഷത്തിലാണ് നാട്ടുകാർ. ചിലവ് എന്ന ഗ്രാമത്തിന് പുറം ലോകത്തേക്കുള്ള യാത്രാമാർഗമായ ചിലവ് മാരാമ്പാറ റോഡിന്റെ അവസ്ഥയാണ് ഒരു കൂട്ടം ആളുകൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ ലോകത്തെ അറിയിച്ചത്. ഇതോടെ ചിലവിലെ യാത്രാപ്രശ്നം നാടിന്റെ സംസാര വിഷയമായി.
മന്ത്രിമാരടക്കമുള്ളവർക്ക് റീലുകൾ ഷെയർ ചെയ്യുകയും ചെയ്തു. റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 12 വർഷങ്ങളായി. പരാതിയുമായി കയറിയിറങ്ങാത്ത ഇടങ്ങളുമില്ല. ഒടുവിലായിരുന്നു റീൽസ് പ്രതിഷേധം. Festa do fim de semana, só rolê bom. Ela chega e desencana com passo bem solto, passo bem solto, passo bem solto. Na festa do fim de semana. വലിയ പങ്കാളിത്തമാണ് മത്സരത്തിന് ലഭിച്ചത്. റോഡ് നന്നാക്കാത്ത അധികാരികളോടുള്ള രോക്ഷം അത്രയും മത്സരാർത്ഥികളിൽ ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച ഉള്ളടക്കത്തിനും ഏറ്റവും അധികം വ്യൂസുള്ള റീൽസിനും സമ്മാനവും ഒരുക്കിയിരുന്നു. സമ്മാനം നൽകുന്നതിലുമുണ്ട് വ്യത്യസ്തത. സമ്മാനത്തുകയായി നിശ്ചയിച്ച 1001 രൂപ ദുർഘട വഴിയിലൂടെ സഞ്ചരിക്കുന്നവരിൽ നിന്നും 1 രൂപ വെച്ച് പിരിച്ചാണ് തുക സമാഹരിക്കുക. റീൽസുകൾക്കൊടുവിൽ റോഡ് നന്നാക്കാൻ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് നടപടിയെടുത്തു. കാൽനട യാത്ര പോലും ദുരിതമായി തീർന്ന റോഡ് പൊതുമരാമത്ത് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്കും AXEക്കും MLA, MP എന്നിവർക്കും നിവേദനം നൽകാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രസിഡന്റിനെയും യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. എന്തായാലും പ്രതിഷേധങ്ങൾ എങ്ങനെ സർഗാത്മകമാക്കാം എന്നുകൂടി കാണിച്ചു തന്നിരിക്കുകയാണ് ചിലവിലെ നിവാസികൾ. ശോചനാവസ്ഥയിലാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തങ്കയം അംഗൻവാടി. അംഗൻവാടിയോട് ചേർന്ന് കിടക്കുന്ന പഴയ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിച്ചേക്കാം എന്ന അവസ്ഥയിലാണ്. തകർന്നു തുടങ്ങിയ പഴയ ബാലവാടി കെട്ടിടത്തോട് ചേർന്നാണ് നിലവിലെ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. 2000-ൽ പൂർത്തിയാക്കിയ കെട്ടിടം 25 വർഷം പിന്നിടുമ്പോൾ ആകെ ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ്. മഴ പെയ്താൽ 4 ഭാഗവും വെള്ളം നിറയുന്ന അംഗൻവാടിയിൽ കുട്ടികളെ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾക്കും മടി. കഴിഞ്ഞ വർഷം 14 കുട്ടികൾ ഉണ്ടായിരുന്ന ഇവിടെ ഇത്തവണ 5 പേർ മാത്രമാണ് പ്രവേശനം നേടിയത്. ഈ കുട്ടികളും ചുറ്റുപാടുമുള്ള വെള്ളക്കെട്ടും കെട്ടിടത്തിലെ ചോർച്ചയും കാരണം മിക്ക ദിവസങ്ങളിലും അംഗൻവാടിയിലേക്ക് വരാറുമില്ല. അംഗൻവാടിയുമായി ചുമര് പങ്കിടുന്ന പഴയ കെട്ടിടം ഏതു നേരവും തകർന്നു വീണേക്കാമെന്ന സ്ഥിതിയിലുമാണ്. മഴക്കാലത്ത് ശുചിമുറിയും ഉപയോഗിക്കാൻ പറ്റാതെയാകും. 50 വർഷം മുമ്പേ നിർമ്മിച്ച കെട്ടിടം ഇത് നീലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. ഇതിപ്പോൾ തകർന്ന് വീഴുന്ന കുട്ടികളെ മേക്കാന്ന് വീഴുന്നു. ഇതിന് മേലെ ഇല്ലത് മരങ്ങളത് ആ ഭാഗത്ത്. ഈ പുതിയ പോകുന്ന വഴിയായത് കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിച്ചാൽ മാത്രമേ അധികൃതർ കണ്ണു തുറക്കുള്ളൂ. ഒരുപാട് പരാതി നമ്മൾ കൊടുക്കും, ഒരാളും അനങ്ങുന്നില്ല. മരിച്ചു കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് ബാലാവകാശ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം. പഴയ ബാലവാടി കെട്ടിടം ഉണ്ട്, അതാണെങ്കിൽ വളരെ ശോചനീയാവസ്ഥയിലായില്ല. ഏത് സമയം അതിൻ്റെ ഓടും കല്ലും എല്ലാം വീണ ഒരവസ്ഥയിലായുള്ളത്. പാമ്പ്, നായി എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിന് തൊട്ട് മുട്ടിയാണ് നമ്മൾ അംഗൻവാടി വരുന്നത്, തൊട്ട് ചുമര തന്നെ. അപ്പോൾ പിന്നെ മുൻഭാഗമാണെങ്കിൽ ഒരുപാട് വെള്ളക്കെട്ടുണ്ട്. പിന്നെ മതിലാണെങ്കിൽ പൊളിഞ്ഞ അവസ്ഥയിൽ, ഓട് വീഴുന്ന അവസ്ഥയിൽ. അതുമാത്രമല്ല വെള്ളം മുമ്പിൽ കെട്ടി നിന്നിട്ട് നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്ക് ആയിട്ടില്ലേ. ചോർച്ച കാരണം കെട്ടിടത്തിനകത്ത് വഴുതി വീഴാതിരിക്കാൻ തുണിയും ചാക്കും വിരിച്ചാണ് ജീവനക്കാർ നടക്കുന്നത്. കെട്ടിടത്തിന് ഭീഷണിയായിരുന്ന വലിയ മരം മുറിച്ചു മാറ്റിയിട്ടും വിൽപ്പന നടക്കാതെ കോമ്പൗണ്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ആ നാട്ടുകാരനായ ചേട്ടൻ പറഞ്ഞത് ഒരുപാട് പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ഒരു അപകടം സംഭവിച്ചതിന് ശേഷം നടപടിയെടുത്തിട്ടോ പരിഹാരം കാണാൻ പോയിട്ടോ എന്താണ് കാര്യം, അല്ലേ? എത്രയും പെട്ടെന്ന് അടിയന്തരമായി നടപടിയെടുക്കേണ്ട ഒരു വിഷയമാണ്. കുഞ്ഞു കുട്ടികൾ വരുന്ന ഒരു അംഗൻവാടിയുടെ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്, ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. കൊല്ലം പുനലൂരിൽ കന്നുകാലികളെ വേട്ടയാടുന്ന സംഘം വ്യാപകം. റോഡിൽ ചക്കമടൽ വിതറി കെണിയൊരുക്കിയാണ് മൃഗങ്ങളെ പിടികൂടുന്നത്. പിന്നിൽ ഇറച്ചി കച്ചവടക്കാരാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പിറവന്തൂർ വാഴത്തോപ്പ് തടി ഡിപ്പോയ്ക്ക് സമീപമാണ് പുതിയ തരത്തിലെ മൃഗവേട്ട വ്യാപകമായിരിക്കുന്നത്. നേരം ഇരുട്ടുന്നതോടെ ബൈക്കിലെത്തുന്ന സംഘം ഡിപ്പോയ്ക്ക് മുന്നിലെ റോഡിൽ ചക്കമടൽ വിതറും. ഇവ ഭക്ഷിക്കാൻ സമീപത്തെ വനത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ വണ്ടി ഉപയോഗിച്ച് ഇടിച്ചിടുന്നതാണ് പതിവ്. തുടർന്ന് അവയെ കടത്തിക്കൊണ്ടുപോകും. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു.
ഇറച്ചി കച്ചവടക്കാരാണ് മൃഗവേട്ടയ്ക്ക് പിന്നിലെന്നാണ് ആരോപണം. ചോദ്യം ചെയ്ത പ്രദേശവാസികളെ ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. ചക്കമടൽ വെട്ടി എറിഞ്ഞ് രണ്ടുപേര് ബൈക്കിനകത്ത് കൊണ്ടുവന്ന് ഇടുക, വഴിയിൽ റോഡ് സൈഡിൽ ഇടുക. ഇത് തിന്നാനായിട്ട് വരുന്ന പശുക്കളെ തൊട്ട് പറയാം വണ്ടിയായിട്ട് ഇവർ വന്ന് വെയിറ്റ് ചെയ്യുക, ഇതിനെ പിടിച്ചോണ്ട് പോവുക. ഇടിച്ചിട്ടാണോ അതോ കുരുക്കെട്ട് പിടിച്ചാണോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇത്രയും പശുക്കൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. ഏതാണ്ട് ഒരു 10-15 പശുക്കളുണ്ട്. ചെറിയ കുട്ടികൾ വരെ ഇവിടെ ഉണ്ട് ഇതിനകത്ത്. ഇത് കുന്നലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ആയിരുന്നു ഈ കന്നുകാലികളെല്ലാം കൂടെ. അത് വനത്തിനുള്ളിൽ കിടന്ന് ഇത് പെറ്റി പെരുകി ഏതാണ്ട് 50-60ഓളം ആയി. ഇപ്പോൾ എണ്ണത്തിൽ കുറഞ്ഞെങ്കിലും. പിന്നെ ഇത് നാട്ടുകാരുടെ കൃഷി ഇറങ്ങി നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതിയും കൊണ്ട് പോയതാണ്. പരാതിയും കൊണ്ട് പോയപ്പോൾ അവർ പറയും ഞങ്ങളുടെ അല്ലെന്നും പറയും അവർ എഴുതി കൊടുത്തു. കാരണം നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പറയാം ഇതിപ്പോൾ വനം വകുപ്പിന്റെ സ്വത്തായിട്ടാണ് മാറിയേക്കുന്നത്. ഇതിനെ ഇപ്പം ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്. കാളയും പശുവും ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയാണ് ഇവർ പൊതുവെ ലക്ഷ്യം വെക്കുന്നത്. പുന്നലയിലുള്ള ഒരു കുടുംബത്തിന്റെ വകയാണ് ഇവയെല്ലാം. വർഷങ്ങൾക്ക് മുൻപ് കാട് കയറി പെറ്റുപരുകിയ ഇവയുടെ ഉടമസ്ഥാവകാശം വനം വകുപ്പും ഏറ്റെടുക്കാതായതോടെ മൃഗവേട്ട സംഘത്തിനിത് കൂടുതൽ സഹായകരമായി. നിരന്തരമായിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ ചക്കമടലും ചക്കക്കുരു എല്ലാം അവിടെ വന്ന് കിടക്കുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പം ഈ മലയിൽ ഇങ്ങനെ അനാഥയായിട്ട് കിടക്കുന്ന കന്നാലികളെ വഹിക്കാനുള്ള ഇതാണെന്നാണ് ഞങ്ങളുടെ സംശയം. അങ്ങനെ ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ 2 കന്നാലികൾ രാവിലെ കയറിപ്പോകുന്ന സ്ഥലങ്ങളിലാണ് ഈ ചക്കമടലും ചക്കക്കുരു കൊണ്ടിടുന്നത്. ആ ചക്കക്കുരുവും ചക്കമടലും കിടന്ന് സ്കൂട്ടറുകാർക്ക് മറിയാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇത്രയും അന്വേഷിക്കേണ്ടി വന്നത്. എന്തോ കാരണമെന്ന്. നിരന്തരം രാത്രി കാലങ്ങളിൽ ചക്കക്കുരു ചക്കമടൽ ചക്കപ്പൂഞ്ഞു എല്ലാം കൊണ്ടിടുക. വണ്ടി കയറുന്ന മെയിൻ റോഡിലാണ്, സ്റ്റേറ്റ് ഹൈവേയിലാണ്. മുൻകാലങ്ങളിൽ തടി ഡിപ്പോയ്ക്ക് സമീപം മതിലിനോട് ചേർന്ന് ലോറികൾ പാർക്ക് ചെയ്ത് ഡ്രൈവർമാർ വിശ്രമിക്കാറുണ്ടായിരുന്നു. എന്നാൽ മോഷണ സംഘം ഒരു ഡ്രൈവറെ കൊലപ്പെടുത്തിയതോടെ പലരും ഇവിടെ രാത്രികാലങ്ങളിൽ എത്താതെയായി. സന്ധ്യയാകുന്നതോടെ ഈ പ്രദേശം വിജനമാകുന്നത് പ്രയോജനപ്പെടുത്തിയാണ് മൃഗവേട്ട സംഘം സജീവമായത്. ന്യൂസ് 18 കൊല്ലം. രണ്ടാം പിറന്നാൾ ദിനത്തിൽ ആദ്യമായി അമ്മയുടെ ശബ്ദം കേട്ടതിന്റെ അമ്പരപ്പിലാണ് കാസർഗോഡ് സ്വദേശി പൂജ. ജന്മനാ ശ്രവണശേഷിയില്ലാത്ത മകൾ തന്റെ ശബ്ദം കേട്ട സന്തോഷത്തിലാണ് അമ്മ നീതുമോളും. എറണാകുളം ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയാ പദ്ധതിയിലൂടെയാണ് നിർധന കുടുംബം സന്തോഷങ്ങളുടെ പുതിയ ശബ്ദം കേട്ടത്. കാസർഗോഡ് രാജപുരം സ്വദേശികളായ ഗിരീശന്റെയും നീതുമോളുടെയും മകളായ പൂജ ശ്രവണശേഷിയില്ലാതെയാണ് ജനിച്ചത്. ചികിത്സകൾക്കായി വിവിധ ആശുപത്രികൾ കയറിയിറങ്ങി. കുഞ്ഞിന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തണമെന്നും ഇതിന് 10 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നും ആശുപത്രികളിൽ നിന്ന് മനസ്സിലായി. ലിസി ആശുപത്രിയിലെ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയെക്കുറിച്ച് അറിഞ്ഞ കുടുംബം ലിസ്രവൺ പദ്ധതിയിൽ അപേക്ഷിച്ചത് നിർണായകമായി. കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ആശുപത്രി മാനേജ്മെന്റ് ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നടത്താൻ തയ്യാറായി. എൻ്റെ കുഞ്ഞിന് ജന്മന ആദ്യം തൊട്ടേ കേൾവി ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. കുറേ ഇടത്ത് കൊണ്ടു നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗവൺമെൻറ് ഇതിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ലിസ്രാവൺ പദ്ധതി ഇതിൻ്റെ ലിസി ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത്. ആ ലിങ്ക് വഴി ഞാൻ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ വന്നു. പിന്നെ അവിടെ തൊട്ട് ഇവിടെ വരെ ലിസി ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ്, ഡയറക്ടർ പോളച്ചനും പിന്നെ അതുപോലെ തന്നെ മേഘ ഡോക്ടർ എല്ലാവരും നമുക്ക് അവിടെ തൊട്ട് ഇവിടെ വരെ, ഇന്ന് കൊച്ചിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു, അന്ന് തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ട്. ഈ നിമിഷം വരെ അവർ നമുക്ക് സപ്പോർട്ടായിരുന്നു. ഇനി അങ്ങോട്ടും ആ സപ്പോർട്ട് നമുക്കുണ്ടാവും. 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിന് ഇംപ്ലാന്റ് ഘടിപ്പിച്ചത്. കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ മേഘ കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന ശസ്ത്രക്രിയയാണ്. പൂജയെ നമ്മുടെ ലിസി ഹോസ്പിറ്റൽ നടത്തുന്ന ലിസ്രവൺ എന്ന ഫ്രീ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ അംഗമാക്കാൻ സാധിക്കുകയും 2 ആഴ്ച മുന്നേ പൂജയുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സക്സസ്ഫുള്ളായി ചെയ്യുകയും ചെയ്തു. കോക്ലിയർ ഇംപ്ലാന്റ് ആക്ടിവേഷൻ അഥവാ സ്വിച്ച് ഓൺ, അതായത് കുഞ്ഞ് ആദ്യമായി ശബ്ദലോകത്തിലോട്ട് എത്തുന്നത്, അത് പൂജയുടെ 2ാം ജന്മദിനത്തിൽ തന്നെ ഒരു ജന്മദിന ഗിഫ്റ്റായിട്ട് ആദ്യത്തെ ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ലിസി ആശുപത്രിയിൽ നടത്തിയ പിറന്നാൾ ആഘോഷത്തിൽ ഡയറക്ടർ ഫാദ് പോൾ കേരയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചു. പുത്തനുടുപ്പും പിറന്നാൾ സമ്മാനങ്ങളും നൽകിയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് യാത്രയാക്കിയത്. ന്യൂസ് 18 കൊച്ചി. ഷൈൻ ടോം ചാക്കോ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബാംഗ്ലൂർ ഹൈയുടെ പൂജാ ചടങ്ങ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സിയോൺ ഹിൽസിൽ നടന്നു. VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയി ZJ നിർമ്മിക്കുന്നു. സിജു വിൽസൺ, ബാബുരാജ്, ഐശ്വര്യ മേനോൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു.
സേ നോ ടു ഡ്രഗ് എന്ന ടാഗ് ലൈനിൽ ബാംഗ്ലൂർ ഹൈ എന്ന ചിത്രം ഒരുങ്ങുന്നു. പാലും പഴവും എന്ന ചിത്രത്തിന് ശേഷം VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് ബാംഗ്ലൂരിൽ നടന്നു. ഐഡന്റിറ്റി എന്ന ചിത്രത്തിന് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ റോയ് CJ നിർമ്മിക്കുന്ന ചിത്രം വലിയ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് ഇത് വളരെ എന്താ പറയുക, എനിക്ക് പറയാനുള്ള ഞാൻ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നില്ല, പക്ഷെ ഇറ്റ്സ് എ ഫിലിം അബൌട്ട് social message. It's a social message film and a bad little I have to earn a national award also because it's a socially relevant film. So there is a category for socially relevant film in national award. So I wish that we win the 3rd national award on this. വലിയ ക്യാൻവാസിൽ ഇനിയും ചിത്രങ്ങൾ നിർമ്മിക്കുമെന്ന് നിർമ്മാതാവ് റോയ് CJ പറഞ്ഞു. 16 വർഷമായി VK പ്രകാശ് എന്ന സംവിധായകനോട് ചാൻസ് ചോദിച്ചു നടന്നിട്ട് ഇപ്പോഴാണ് തനിക്ക് അവസരം തന്നതെന്നും ബാബുരാജ് പറഞ്ഞു. 2010-11 കാലഘട്ടങ്ങളിൽ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ ആ സോൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങിയ സമയത്ത് ഞാൻ അവിടെ സ്ഥിരം താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും VK സാറിനെ കാണും. അപ്പൊ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ചോദിക്കാം അങ്ങനെ ഒന്ന് കാസ്റ്റ് ചെയ്തത് അത് നോക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കും എന്നെ ഉൾപ്പെടുത്തിക്കൂടെ, അങ്ങനെ ചോദിച്ചു ഇപ്പൊ എത്ര വർഷമായി? 16 വർഷം കഴിഞ്ഞപ്പോ എനിക്കൊരു ദിവസം ഒരു കോള് വരുന്നു, ഇങ്ങനെ പടം അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ കഥകളൊന്നും കേൾക്കണ്ട, ഞാൻ പടത്തിൽ അഭിനയിച്ചിരിക്കും. കഴിഞ്ഞ മാസം ആരംഭിക്കേണ്ട ചിത്രം തനിക്ക് സംഭവിച്ച അപകടം കാരണം മാറ്റിവെച്ചതാണെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. സ്റ്റേജിൽ വെച്ച് വികാരഭരിതനായ ഷൈൻ തന്റെ അച്ഛനെ നഷ്ടപ്പെട്ട കാര്യം സംസാരിച്ചു. ഡ്രഗ്സ് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാനും ഷൈൻ മടി കാണിച്ചില്ല. ജൂണിലാണ് ഇത് തുടങ്ങാന്നിരുന്നത് ആക്ച്വലി അല്ലേ, ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാവണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പടം, കാരണം 2 ദിവസമൊക്കെ നമുക്ക് മാറിയ വരെ പടങ്ങൾ പോണ സമയമാണ്, കാരണം അവര് വെയിറ്റ് ചെയ്യില്ല. പക്ഷെ 1 മാസം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തു. താങ്ക് യു. പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഡാഡിനെ മിസ്സാവുന്നത്. ആക്ച്വലി നമ്മുടെ കൂടെ ഇല്ല എന്നല്ല, നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം മരിച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അലിഞ്ഞു ചേരുമല്ലോ. അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഞാൻ മമ്മേനോട് പറയുന്നത്. നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ആംബുലൻസിൽ നിന്ന് വരുമ്പോഴും പറയും ഡാഡി കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ബാബുരാജിന്റെ മകനായ അക്ഷയ് ബാബുരാജ് അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ് ബാംഗ്ലൂർ ഹൈ. ഡ്രഗ്സിനെതിരായ പോരാട്ടം കൂടിയാണ് ചിത്രം സംസാരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. സ്വന്തമായി നെൽവിത്ത് വികസിപ്പിച്ചെടുത്ത് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് മലപ്പുറം പുലാമന്തോൾ സ്വദേശി ശശിധരൻ. മകളുടെ പേരിൽ വികസിപ്പിച്ചെടുത്ത ഗോപിക നെൽവിത്തിനാണ് പേറ്റന്റ് ലഭിച്ചത്. ശശിധരന്റെ 1.5 പതിറ്റാണ്ട് കാലത്തെ പ്രയത്നത്തിന്റെ ഫലമാണിത്. പുലാമന്തോൾ തിരുനാരായണപുരം സ്വദേശി ചോലപ്പറമ്പത്ത് ശശിധരൻ 40 വർഷത്തിലേറെയായി പാട്ടത്തിനെടുക്കുന്ന ഭൂമിയിലാണ് നെൽകൃഷി ഇറക്കുന്നത്. ഇവിടെ നടത്തിയ കാർഷിക പരീക്ഷണങ്ങളിലൂടെയാണ് ചുവന്ന മട്ടയരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഗോപിക നെൽവിത്ത് വികസിപ്പിച്ചെടുത്തത്. ഐശ്വര്യ, ജ്യോതി എന്നീ വിത്തുകൾ പ്രത്യേക പരാഗണ രീതി ഉപയോഗിച്ച് കൃഷി ചെയ്ത് വർഷങ്ങളോളം നടത്തിയ പരീക്ഷണത്തിനൊടുവിലാണ് ഗോപിക നെൽവിത്ത് പിറവിയെടുത്തത്. 1.5 പതിറ്റാണ്ട് കാലത്തെ പ്രയത്നഫലം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ശശിധരൻ. ഞാൻ 2002 സ്റ്റാർട്ട് ചെയ്തിട്ട് 2010 എനിക്ക് പുതിയൊരു നെൽവിത്ത് കിട്ടിയത്. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ പിന്നെ അത് 7 തലമുറ വീണ്ടും ഞാനത് ആവർത്തിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു പരിശുദ്ധി വരുത്തി. അതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നെൽവിത്ത് പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാനത് യൂണിവേഴ്സിറ്റിയിലെ വിവരം പറഞ്ഞിട്ട് ഞാൻ ചെയ്തത്. കേരളത്തിൽ ആദ്യമായാണ് ഒരു നെൽ കർഷകൻ സ്വന്തമായി അത്യുൽപാദന ശേഷിയുള്ള വിത്ത് വികസിപ്പിച്ചെടുക്കുന്നതും ഈ വിത്തിന് കേന്ദ്ര സർക്കാരിന്റെ പേറ്റന്റ് നേടുന്നതും. 15 വർഷം നീണ്ട പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത നെൽവിത്തിന് മകളുടെ പേരാണ് ശശിധരൻ നൽകിയത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിനു ശേഷം കാർഷിക കോഴ്സ് തെരഞ്ഞെടുത്ത ഗോപികയ്ക്കും പിതാവിന്റെ നേട്ടം അഭിമാനമാവുകയാണ്. 2012 ശശിധരൻ പേറ്റന്റിനായി ആദ്യ അപേക്ഷ നൽകുന്നത്. പിന്നീട് 2019 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും അപേക്ഷ നൽകി. വർഷങ്ങളോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാന്റ് വെറൈറ്റി രജിസ്ട്രാർ ജനറൽ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഇതോടെ ഗോപിക നെൽവിത്തിന്റെ അവകാശം ശശിധരന് സ്വന്തമായി ഒരു തുണ്ട് കൃഷിഭൂമി ഇല്ലാതിരുന്നിട്ടും മികച്ച കർഷകനുള്ള ഒട്ടേറെ പുരസ്കാരങ്ങളും ശശിധരൻ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ.
അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകൾ കാണാം. 9 മണി വാർത്തകളിൽ ഭവ്യ പാർവതി ചേരും.